അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീമ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സിഹ്ഹതു വൽ ഫറാഗ്. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. ألف الألف نظام مدحي على العالي أول السطور بسم الله مدح القال قال. أحمد الله مصليا مسلما على أحمد والآل والأصحاب من للآل آل. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا رب هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا. يعلم أمة سيدنا مولانا محمد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട കാരണവന്മാരെ, യുവാക്കളെ, വിദ്യാർത്ഥികളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മ പങ്കന്മാരെ, സഹോദരിമാരെ, ബഹുമാനപ്പെട്ട സിംസാൽ ഹഖൂദവി ഉസ്താദ് എത്തുന്നതുവരെ അല്പം നേരം സംസാരിക്കാനാണ് ഈ വിനീതനോട് അപേക്ഷിച്ചിട്ടുള്ളത്. തദടിസ്ഥാനത്തിൽ ഉസ്താദ് അവർകൾ ഇവിടെ എത്തുന്നതുവരെ അല്പം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ സംവദിക്കാനാണ് ഈ വിനീതൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പാലപ്പട്ടിപ്പാറ SKSSFന്റെ വിദ്യാർത്ഥികൾ ഒരു വർഷത്തിന് മുമ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയുടെ 2ാം ദിവസമാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം കഴിഞ്ഞ് നമ്മുടെ വേദിയിൽ എല്ലാവരും സിംസാൽ ഹഖ് ഉസ്താദിനെ കാത്തിരുന്നു കൊണ്ട് ഇരിക്കുന്ന ഈ സമയത്ത് ഈ സദസ്സിൽ വലിയൊരു പ്രസംഗം നടത്തി ചടപ്പിക്കാനോ ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും സ്വാഗത കമ്മിറ്റി പറഞ്ഞ അടിസ്ഥാനത്തിൽ അല്പം ചിലത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി സംഘടന SKSSFന്റെ പാലപ്പട്ടിപ്പാറ ശാഖയുടെ കമ്മിറ്റിയാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. SKSSFന്റെ വിദ്യാർത്ഥികളാണ് സംഘടിപ്പിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ സംഘാടകരുടെ മാതാപിതാക്കളുടെ ഒരു മനസ്സിൻ്റെ ഒരു റാഹത്ത്, വല്ലാത്തൊരു റാഹത്താണ് അവർക്കുള്ളത്. ഇങ്ങനെ ഒരു വലിയ പരിപാടി സംഘടിപ്പിക്കാൻ സിംസാൽ ഉസ്താദിനെ പോലെ ലോകം അറിയപ്പെട്ട ഒരു പ്രഭാഷകനെ നമ്മുടെ പരിപാടിയിൽ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് അറിവിൻ്റെ വാതായനം തുറന്നു തരാൻ വേണ്ടി ക്ഷണിച്ചു കൊണ്ടുവരുന്നത് നമ്മുടെ പിഞ്ചു വിദ്യാർത്ഥികളാകുന്ന നമ്മുടെ മദ്രസയിൽ നിന്ന് പഠിച്ചിറങ്ങിയ നമ്മുടെ SKSSFന്റെ വിദ്യാർത്ഥികളാണ്. ഒരുപാട് അഭിനന്ദനങ്ങളും ആശീർവാദങ്ങളും നൽകി അനുഗ്രഹിക്കേണ്ടവരാണവർ. കാരണം ആധുനിക ഈ കാലഘട്ടത്തിൽ ന്യൂ ജനറേഷന്റെ ഈ കുത്തൊഴുക്കിൽ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും അല്ല, ഇസ്ലാമിന് വരെ ഭീഷണികളും ഇസ്ലാമിന് വരെ പ്രയാസങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത്, ഈ കാലഘട്ടത്തിൽ ഇസ്ലാമാണ് സത്യപാന്താവ്,
സമാധാനത്തിന്റെയും സഹകരണത്തിന്റെയും എല്ലാത്തിന്റെയും ഒരു മുതൽക്കൂട്ടായി ഇസ്ലാമിനെ മനസ്സിലാക്കണമെന്ന് നമ്മുടെ പിഞ്ചു വിദ്യാർത്ഥികൾക്ക് നമ്മുടെ SKSFന്റെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഈ സദസ്സ് ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും സഹോദരിമാരോടും വിനീതമായി പറയുവാനുള്ളത്, നമ്മുടെ മക്കളെ SKSFന്റെ ഒരു പ്രവർത്തകനായി, അതിൻ്റെ എളിയൊരു പ്രവർത്തകനായി മാറ്റാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ മയ്യിത്തിന്റെ കൂടെ 3 കാര്യം തുടരെ പോകുമെന്നും അവസാനമായി ഹബീബുന മുഹമ്മദ് നബി തങ്ങൾ പഠിപ്പിച്ചത് അൽ വലദു സ്വാലിഹു യദ്ഉ ലഹു, നല്ല ഒരു കുട്ടി എന്നാണ് ഹബീബുന മുഹമ്മദ് മുസ്തഫ തങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. മൂന്നാമതായി നബി തങ്ങൾ എണ്ണി പറയുന്നു, നാളെ ഖബറിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന സമയത്ത് അവന്റെ കൂടെ അവന്റെ അമലുകളും അവന്റെ പ്രവർത്തനങ്ങളും അവന്റെ ഈ നല്ല ഒരു കുട്ടിയും കൂടെ പോകും. യദ്ഉ ലഹു, അവനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുട്ടിയാണെന്ന്, സന്താനമാണെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. നാളെ ഖബറിൽ നമ്മൾ അടക്കം ചെയ്തതിനു ശേഷം നമ്മുടെ മേലിൽ പ്രാർത്ഥിക്കാൻ അൽ ഫാത്തിഹ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു എന്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ, എന്റെ ഉമ്മാക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ, എന്റെ ജ്യേഷ്ഠന്മാർക്ക് എന്റെ പെങ്ങന്മാർക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയാനുള്ള ഒരു പ്രാർത്ഥിക്കുന്ന, ഒരു ദുആ ചെയ്യുന്ന ഒരു സ്വാലിഹായ കുട്ടി എന്നാണ് ഹബീബുന മുഹമ്മദ് മുസ്തഫ തങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. സ്വാലിഹായ കുട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടതുണ്ട്. ഒരു വിദ്യാർത്ഥിക്ക് സ്വലാഹിയത്തെത്താൻ ഒരു മാതാപിതാക്കൾ ശ്രമിക്കേണ്ട വളരെ ഒരു പ്രയാസപ്പെട്ട ഒരു പണിയാണത്. ഒരു കുട്ടിക്ക് സ്വന്തം മകളെ ഒരു സ്വലാഹിയത്തിലൂടെ കൊണ്ടുപോവാൻ, നല്ലൊരു മകൻ എന്ന് പറയാൻ, അല്ലെങ്കിൽ സ്വാലിഹായ കുട്ടി എന്ന് പറയണമെങ്കിൽ വളരെ പ്രയാസമാണ്. അതിന് ഉമ്മയും ഉപ്പയും ധാരാളം അധ്വാനിക്കേണ്ടതുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതിന് ഏറ്റവും ഉചിതമായ ഇക്കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു കാര്യമാണ് നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാപ്രസ്ഥാനത്തിന്റെ ഒരു ചെറിയ സംഖ്യയായ SKSFന്റെ കൂടെ നമ്മളെ മക്കളെ നിർത്തുക എന്നുള്ളത്. എന്നാൽ ഇതുപോലുള്ള പരിപാടികളിലൂടെ ഉസ്താദുമാർ ദുആ ചെയ്യുമ്പോൾ ആ ദുആയുടെ ഫലമെന്നോണം ഈ കുട്ടിക്കും അവരുടെ മാതാപിതാക്കൾക്കും എത്തുമെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിന്റെ ഒരു ശാഖയായ SKSFന്റെ വിദ്യാർത്ഥികളുടെ പ്രവർത്തനം ശ്ലാഘനീയമാണ്. ഏവരെയും സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെന്നല്ല എല്ലാ നാടുകളിലും SKSF എന്ന് പറയുമ്പോഴേക്ക് വല്ലാത്ത റാഹത്താണ്. ആരോട് പറഞ്ഞാലും SKSF ആണ് നടത്തുന്നത് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല, SKSF ആണ് അതിന്റെ പിന്നിലെന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമില്ല. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരുമാറാവട്ടെ. കാരണം ഹബീബുന മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ. നാളെ മഹ്ശറാവൻ സഭയിൽ വരുന്ന സമയത്ത് യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ, മക്കളും സമ്പത്തും ഒന്നും ഉപകരിക്കാത്ത ഒരു മഹ്ശറയാണെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ, മക്കളും ഉപകരിക്കൂല, നമ്മുടെ സമ്പത്തും ഉപകരിക്കാത്ത നാളെ മഹ്ശറ കടന്നു വരുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. നമുക്കിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്, നാളെ മഹ്ശറയിൽ ഒരുപാട് കോടീശ്വരന്മാരായ സമ്പത്തുള്ള, മുതൽ കൊണ്ട് ഒന്നും ചെയ്യാത്ത, അല്ലെങ്കിൽ ദീനിന് വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരുപാട് പണക്കാർ നമ്മുടെ ഇസ്ലാം സ്വീകരിച്ച നമ്മുടെ മുസ്ലിമീങ്ങളിലുണ്ട്, നമ്മുടെ നാടുകളിലുണ്ട്, ഇതര നാടുകളിലുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടത്, ആ സമ്പത്ത് കൊണ്ടൊന്നും നാളെ മഹ്ശറയിൽ ഉപകാരമുണ്ടാവുകയില്ലെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയാണ്. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, ആൺമക്കളെ കൊണ്ട് ഉപകാരം ഉണ്ടാവില്ല. നമ്മുടെ സ്വന്തം മക്കളെ കൊണ്ട് നാളെ മഹ്ശറയിൽ ഉപകരിക്കില്ലെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, പ്രിയപ്പെട്ട സ്വഹാബ, നാളെ മഹ്ശറാവൻ സഭയിൽ നിങ്ങൾക്ക് ഉപകാരമുണ്ടാകുന്ന പല കാര്യങ്ങളുമുണ്ടെങ്കിൽ അതിൽ ഒന്നാണ് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നരകത്തിൽ പോകുന്ന 10 ആളുകളെ, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നരകത്തിൽ പോകുന്ന 10 ആളുകളെ
കൈപിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ശഫാഅത്ത് ചെയ്യാൻ അധികാരമുള്ള ഒരേ ഒരു വ്യക്തിയുണ്ടെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയാൻ, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നരകത്തിൽ കടക്കേണ്ട 10 ആളുകളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാൻ കടന്നു വരുന്നത് നിങ്ങളുടെ ഹാഫിളായ മകനാണെന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങളുടെ ഹാഫിളായ ഒരു മകനെ കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നരകത്തിൽ പോകുന്ന 10 ആളുകളെ പടച്ചോനെ എന്നെ ഹാഫിളാക്കാനുള്ള കാരണം എൻ്റെ ഉമ്മയാണ്, എൻ്റെ ഉപ്പയാണ്, എൻ്റെ ജ്യേഷ്ഠന്മാരാണ്, അതുകൊണ്ട് അവരില്ലാതെ ഞാൻ സ്വർഗത്തിൽ പോകൂല എന്ന് റബ്ബിനോട് കേണപേക്ഷിക്കുന്ന ഒരു മകൻ നമ്മൾക്കുണ്ടായാൽ അത് വലിയ ഒരു തൗഫീഖാണ്. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കുടുംബത്തിൽ നിന്ന് നരകത്തിലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന 10 ആളുകളെ മുന്നിൽ വെച്ചുകൊണ്ട് റബ്ബിനോട് പറയാൻ, പടച്ചോനെ ഓലെ കടത്താനായിട്ടില്ല, എന്നെ കടത്തണമെങ്കിൽ അവരും എൻ്റെ കൂടെ പോരണം, കാരണം ഞാൻ ഖുർആൻ മനഃപ്പാഠമാക്കിയത് അവരെ കൊണ്ടാണ് എന്നൊരു ഹാഫിള്, ഒരു ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയ നമ്മുടെ കുഞ്ഞുമകൻ പറയുമെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ചില ഉലമാക്കൾ പറയാറുണ്ട്, ഒരു ഉഖ്റവിയായ പണ്ഡിതനുണ്ടായാലും ഇതുപോലെ ഉണ്ടാകുമെന്ന് ചില ഉലമാക്കൾ പഠിപ്പിക്കുന്നുണ്ട്. ഉഖ്റവിയായ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ധാരാളം ഉലമാക്കൾ എല്ലാവരും ഉഖ്റവിയായി കൊള്ളണമെന്നില്ല, അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാവട്ടെ. പണ്ഡിതന്മാർ ഉഖ്റവിയാവുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. ഉഖ്റവി അല്ലാത്ത ദുനിയാവിന് മാത്രം ജീവിക്കുന്ന ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. എന്നാൽ ആഖിറത്തിൽ ഇഖ്ലാസുള്ള തഖ്വയുള്ള നിഷ്കളങ്കരായ ആ പണ്ഡിതന്മാരെ കൊണ്ട് കുടുംബത്തിലെ 10 ആളുകളെ നരകത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അവസരമുണ്ടാകുമെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിൽ ഒരു മകനെങ്കിലും പണ്ഡിതനാവാൻ ശ്രമിക്കണം. ഒരു മകനെങ്കിലും നമ്മൾ ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയ ഹാഫിദീങ്ങളാക്കാൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അത് വലിയൊരു തൗഫീഖാണ്, ഒരു വലിയ ഭാഗ്യമാണ്. ഇന്നലെ ബഹുമാനപ്പെട്ട മുനീർ ഉസ്താദ് പറഞ്ഞല്ലോ, ദാറുൽ ഹുദയിൽ ഈ വർഷത്തെ ഇന്റർവ്യൂവിൽ ഒരുപാട് വിദ്യാർത്ഥികളെയാണ് രക്ഷിതാക്കൾ, മുതലാളിമാർ, സമ്പത്തുള്ള മാസ്റ്റർമാർ, അതുപോലെ ഒരുപാട് ഉദ്യോഗസ്ഥമുള്ള ഉദ്യോഗാർത്ഥികളായ ഒരുപാട് ആളുകൾ മക്കളെ കൊണ്ടുവന്ന് ഇന്റർവ്യൂ കൊണ്ടുവന്ന് ദാറുൽ എന്തിനാണ്? എൻ്റെ മകനും ഇവിടെ നിന്ന് പഠിക്കണം, എൻ്റെ മകൻ പഠിച്ചിട്ട് ഒരു ഉഖ്റവിയായ പണ്ഡിതനാവണമെന്ന ലക്ഷ്യമായിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് നമ്മുടെ SKSFന്റെ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ഈ പരിപാടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ മകനെയും ഇതിൻ്റെ ഒരു അനുയായി കൂട്ടണം, എൻ്റെ മകനെയും ഇതിൻ്റെ പ്രവർത്തകനായി ഒന്ന് മാറ്റണം, എൻ്റെ മകനെയും ഇതിൻ്റെ ഒരു പ്രവർത്തക സമിതിയിൽ അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഓടി നടക്കുന്ന ഒരു വിദ്യാർത്ഥിയാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മറ്റൊരു കാര്യം, അതിന് സാധിച്ചില്ലെങ്കിൽ അതിനേക്കാളും അപ്പുറത്താണല്ലോ ഒരാളെ ഒരു പണ്ഡിതനാക്കി മാറ്റുക എന്നുള്ളത്. ഇന്ന് വളരെ വിരളമാണ് ആളുകൾ ഒരു വിദ്യാർത്ഥിയെ, ഒരു കുട്ടിയെ ഒരു പണ്ഡിതനാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. എങ്ങനെയാണ് അത് ഒരു 3000 രൂപ ശമ്പളമൊക്കെ വാങ്ങിയാൽ എങ്ങനെ ജീവിതം മുന്നോട്ട് നയിക്കുക എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അതൊന്നൊരു പ്രശ്നമില്ലാത്ത രീതിയിലേക്ക് നമ്മുടെ കാലഘട്ടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതൊന്നും പ്രശ്നമാക്കേണ്ടതില്ല. ബഹുമാനപ്പെട്ട സിംസാല ഉസ്താദ് ഇവിടെ വരുന്നുണ്ട് ഇന്ന്. അദ്ദേഹം ഒരു പണ്ഡിതനാണ്. അദ്ദേഹം ഒരു പണ്ഡിതനായതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് പ്രയാസം അനുഭവിക്കുന്നത്? ഒരു പ്രയാസമില്ല. ഇസ്ലാമിനെ സുന്ദരമായി പ്രചരിപ്പിക്കാനുള്ള ഒരവസരം അള്ളാഹു ആ മഹാൻ അവർക്ക് നൽകിയിരിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പണ്ഡിതനായി എന്നതുകൊണ്ട് ഈ ദുനിയാവിൽ പ്രയാസം അനുഭവിക്കുമെന്നില്ല. പക്ഷേ ആഖിറത്തിൽ ഒരുപാട് ദറജകൾ നമ്മൾക്ക് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്ന് ചിന്തിക്ക്, നരകത്തിൽ പോവാനിരിക്കുന്ന എൻ്റെ കുടുംബക്കാരെ, എൻ്റെ മകൻ ഒരു ഹാഫിളാണെങ്കിൽ അവൻ നമ്മയും എൻ്റെ കുടുംബത്തിൽപ്പെട്ട 9 ആളുകളെയും കൂട്ടി നരകത്തിലേക്ക് പോകുന്ന രംഗം കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ? 10 മക്കളുണ്ടായിട്ട് 9 മക്കളും ഉദ്യോഗാർത്ഥികളാണ്, 1 ഹാഫിളുള്ളൂ അല്ലെങ്കിൽ 1 പണ്ഡിതനുള്ളൂ. ഈ പണ്ഡിതനെ കൊണ്ടായിരിക്കും നാളെ ഉപകാരം ഉണ്ടാവുകയെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 10 മക്കളിൽ ഒരു മകൻ പണ്ഡിതനുണ്ടെങ്കിൽ ഇവനെ കൊണ്ടാണ് നാളെ ഉപകാരം ഉണ്ടാവുകയെന്ന് ഹബീബുന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എന്തിന്? ഒരു മകനെയെങ്കിലും പണ്ഡിതനാക്കാൻ, ഒരു മകനെയെങ്കിലും ഹാഫിളാക്കാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കണം. അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ പറയുമെന്ന് മനസ്സറിഞ്ഞ് ആമീൻ പറയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരു മകനെയെങ്കിലും പണ്ഡിതനാക്കണം.
അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും സഹോദരിമാരോടും വളരെ വിനീതമായി പറയാൻ, ഇപ്പൊ ന്യൂ ജനറേഷനാണ്. അങ്ങാടികളിലും അതുപോലെ ക്യാമ്പസുകളിലും അതുപോലെ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി വിദ്യാർത്ഥികൾ അലഞ്ഞു തിരിഞ്ഞ് അല്ലെങ്കിൽ മൊബൈലുകളിലും വാട്സപ്പുകളിലും ആധുനിക മീഡിയകളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് കറങ്ങി തിരിച്ച് നമ്മുടെ മക്കൾ വളരെ മലീമസമായ മനസ്സുമായിട്ടാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെ മലീമസമായ മനസ്സുമായിട്ട് ആധുനിക മീഡിയകളിലേക്ക് ഒരു സെക്കൻഡ് സമയം മതി പല കാര്യങ്ങൾ നമ്മുടെ മക്കൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നേരിട്ട് കണ്ണുകൊണ്ട് ദർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കവി പാടിയിട്ടുണ്ട്, അനിൽ മർഇ ലാ തസ്അൽ വസൽ അൻ ഖരീനിഹി വകുല്ലു ഖരീനിൻ ബിൽ മുഖാറന യഖ്തദി. എന്നെ കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ, എന്നെ കുറിച്ച് ഒരാൾക്ക് അന്വേഷിക്കണമെങ്കിൽ എൻ്റെ കൂട്ടുകാരനെ പറ്റി അന്വേഷിച്ചാൽ മതി എന്ന് ഒരു കവി പാടിയിട്ടുണ്ട്. എന്നെ കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ എൻ്റെ കൂട്ടുകാരനെ കുറിച്ച് അന്വേഷിച്ചാൽ മതി. നമ്മുടെ മക്കളെ കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ നമ്മുടെ മക്കളെ കൂടെ നടക്കുന്ന ആ കൂട്ടുകാരൻ, അവന്റെ ഫ്രണ്ട്, അവനെ കുറിച്ച് അന്വേഷിച്ചാൽ ആ മകനെ പറ്റി വിവരം കിട്ടുമെന്ന് ഒരു കവി പാടിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണല്ലോ കാര്യം. ഒരു കല്യാണ കാര്യം വന്നാൽ അല്ലെങ്കിൽ മക്കനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി വന്നാൽ അങ്ങാടി വന്ന് അന്വേഷിക്കുന്നത് അവന്റെ സെറ്റ് ഏതാണെന്നാണ്. അവന്റെ സെറ്റ് ക്ലബിന്റെ സെറ്റാണെങ്കിൽ അവന്റെ സെറ്റ് അങ്ങാടി കവലകളിരിക്കുന്ന ഓവലത്തിലിരിക്കുന്ന സെറ്റാണെങ്കിൽ അവൻ ആളുകൾ പിന്തള്ളിക്കൊണ്ടു പോകാൻ. അപ്പോൾ ആളുകൾ പറയും കല്യാണം മുടക്കികളെന്ന്. മറ്റുള്ളവർ പറയും കല്യാണം മുടക്കുന്ന ആളുകൾ നാട്ടിലുണ്ടെന്ന്. അവർക്കതിന്റെ സത്യം പറഞ്ഞു കൊടുക്കൽ അവരുടെ ബാധ്യതയാണ്. എന്നോടൊരാൾ കല്യാണം അന്വേഷിച്ചാൽ അയാളെ കുറിച്ചുള്ള സത്യം പറയൽ എൻ്റെ ബാധ്യതയാണ്. അതുപോലെ നമ്മുടെ മക്കളെ അങ്ങാടിയുടെ മക്കളാക്കി മാറ്റിയാൽ, നമ്മുടെ മക്കളെ ഓവലത്തിന്റെ മക്കളാക്കി മാറ്റിയാൽ അവരെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവർ ഉള്ളത് പറയേണ്ടി വരും. അപ്പൊ നമ്മുടെ മക്കൾ ചീത്ത മക്കളായി മാറുന്ന അല്ലെങ്കിൽ അതിനെപ്പറ്റി അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മക്കളെ, നമ്മുടെ സ്വന്തം മക്കളെ അങ്ങാടികളിലേക്കോ അതുപോലെ മറ്റു സ്ഥലങ്ങളിലേക്കോ നമ്മൾ പറഞ്ഞയക്കാൻ പാടില്ല. പറഞ്ഞയക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആ കൂട്ടുകെട്ട്, വേണ്ടാത്ത കൂട്ടുകെട്ടുകൾക്ക് നമ്മുടെ ആ മക്കൾ ആരെയും പറഞ്ഞയക്കാൻ പാടില്ല. നമ്മൾ ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ എത്തിയാൽ ഉടനെ ഞാൻ അവസാനിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരോട് വളരെ വിനീതമായി പറയുവാനുള്ളത്, നമ്മൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ശരിയായ ഈ വരിയിലൂടെ, ശരിയായ സച്ചരിതമായ ഈ പാതയിലൂടെ മുന്നോട്ട് പോവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല തവണകളിലായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അല്ലാഹുവിനോട് സന്മാർഗം ചോദിക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനോട് എപ്പോഴും അല്ലാഹുമ്മഹ്ദിന, അല്ലാഹുവേ ഞങ്ങൾക്ക് സന്മാർഗം നൽകണേ എന്ന് സന്മാർഗത്തിന് വേണ്ടി റബ്ബിനോട് തേടണമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സന്മാർഗം എന്ന് പറയുന്ന സച്ചരിതമായ പാത ഏതാണ്? സച്ചരിതമായ പാത ഏതാണ്? നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാത, ഇത് സത്യതത്വത്തിന്റെ പാതയാണോ? ഇത് സിറാത്തുൽ മുസ്തഖീമാണോ? ഇത് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാത, ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനം അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, ഇത് സത്യത്തിന്റെ പാതയാണോ? അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് സത്യത്തിന്റെ പാതയാണോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എൻ്റെ റബ്ബെന്ന് പ്രഖ്യാപിച്ചവൻ. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് റബ്ബെന്ന് പ്രഖ്യാപിച്ച ആളുകൾ എൻ്റെ റബ്ബ് അല്ലാഹുവാണെന്ന് പ്രഖ്യാപിക്കുകയും ثم استقاموا, പിന്നെ ശരിയായ റൂട്ടിലൂടെ സഞ്ചരിക്കുകയും ചെയ്തവർ, ശരിയായ റൂട്ടിലൂടെ സഞ്ചരിച്ചവർ, ശരിയായ സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിക്കുകയും ചെയ്യവർ, ഇസ്തിഖാമത്തുള്ള ആളുകൾ, അങ്ങനെ ആളുകൾക്ക് തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ അവരടുത്ത് വന്നുകൊണ്ട് അവരുടെ അടുത്തേക്ക് മരണസമയത്ത് ഇറങ്ങി വരുമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. മരിക്കുന്ന സമയത്ത് തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ ഇറങ്ങി വരും, എന്നിട്ട് മലക്കുകൾ സന്തോഷിപ്പിക്കുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മരിക്കാൻ കിടക്കുന്ന സമയത്ത് മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് സന്തോഷിപ്പിക്കുന്ന ഒരു അവസ്ഥ,
സന്തോഷിപ്പിക്കുന്ന, സമാധാനിപ്പിക്കുന്ന ഒരു അവസ്ഥ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുഅ്മിനായ മനുഷ്യന്റെ റൂഹ് പിടിക്കുന്ന സമയത്ത്, മുഅ്മിനായ മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവന്റെ റൂഹിനെ എണ്ണയിൽ നിന്ന്, വെണ്ണയിൽ നിന്ന് നൂല് വലിച്ചെടുക്കും പോലെ, പത്തിരിക്ക് വേണ്ടി കുഴച്ചു വെച്ച മാവിൽ നിന്ന് നൂല് വലിച്ചെടുക്കും പോലെ, മുടി വലിച്ചെടുക്കും പോലെ ഇവന്റെ റൂഹിനെ പിടിച്ചെടുക്കുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ ഒരു വലിയ പണ്ഡിതനിക്കൊരു സംശയം വന്നു. അല്ലാഹുവിന്റെ റസൂലേ, എല്ലാ ഹദീസുകളും ഖുർആനിന്റെ വ്യാഖ്യാനമാണ്, ഖുർആനിന്റെ ആയത്തുകളുടെ വ്യാഖ്യാനമാണല്ലോ ഹദീസ്. എന്നിരിക്കെ ഈ ഹദീസ് എന്ത് ആയത്തിന്റെ വ്യാഖ്യാനമാണെന്ന് ആ പണ്ഡിതനിക്ക് പിടുത്തം കിട്ടിയില്ല. സംശയം വന്നപ്പോ അദ്ദേഹം ഒരു ദിവസം കിടന്നിറങ്ങുന്ന സമയത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നുകൊണ്ട് പറയാൻ, നബി തങ്ങൾ വന്നുകൊണ്ട് പറയാൻ, ഈ ഹദീസിന്റെ ആയത്തും കിട്ടിയില്ലേ ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അല്ലാഹു നബിയെ, മുഹമ്മദ് നബിയെ, യാ റസൂലല്ലാഹ്, ഈ ആയത്ത്, ഈ ഹദീസ് ഏത് ആയത്തിന്റെ വ്യാഖ്യാനമാണ്? നബി കരീം തങ്ങൾ പറഞ്ഞു, സൂറത്ത് യൂസുഫ് മറിച്ചു നോക്കാൻ വേണ്ടി പറഞ്ഞു. സൂറത്ത് യൂസുഫിൽ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പറ്റി പ്രതിപാദിക്കുന്ന ഒരു ആയത്ത്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പിന്നാലെ സലീഖ ഓടി. സലീഖ യൂസുഫ് നബിയുടെ പിന്നാലെ ഓടാൻ തുടങ്ങിയപ്പോ നാട്ടിലുള്ള സ്ത്രീകളെല്ലാം സഹോദരൻ യൂസുഫ് നബിയുടെ പിന്നാലെ ഓടിയതിന്റെ പേരിൽ സലീഖയെ കളിയാക്കാൻ തുടങ്ങി, സലീഖയെ പുച്ഛിക്കാൻ തുടങ്ങി. ഇത്ര പോരല്ലോ എന്നൊക്കെ പറഞ്ഞ് സലീഖ ഇത്രയും വലിയ ഒരു മന്ത്രിയുടെ ഭാര്യ യൂസുഫ് ആകുന്ന അടിമയുടെ പിന്നാലെ ഓടുകയാണോ എന്നൊക്കെ സലീഖയെ പറ്റി കളിയാക്കിയപ്പോ സലീഖ ഒപ്പിച്ച ഒരു പണി, അവർ എല്ലാ നാട്ടിലെ എല്ലാ സ്ത്രീകളെയും വിളിച്ചു വരുത്തിയിട്ട് എല്ലാവരുടെ കയ്യിലും ആപ്പിൾ കൊടുത്തിട്ട് കത്തിയും കൊടുത്തിട്ട് എന്ന് പറഞ്ഞു, ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിനെ, ബഹുമാനപ്പെട്ട യൂസുഫ് നബിയെ സലീഖ അവരുടെ മുന്നിലൂടെ നടക്കാൻ വേണ്ടി പറഞ്ഞു. ആ സഹോദരിമാരുടെ, സ്ത്രീകളുടെ മുന്നിലൂടെ യൂസുഫ് നബി അലൈഹിസ്സലാം കടന്നു പോകുമ്പോ, യൂസുഫ് നബി അലൈഹിസ്സലാം ഇറങ്ങിപ്പോകുന്ന സമയത്ത് പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഫലമ്മാ റഅയ്നഹു അക്ബർനഹു വഖത്തഅന അയ്ദിയഹുൻ. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അവർ കണ്ടപ്പോ അക്ബർനഹു വഖത്തഅന അയ്ദിയഹുൻ, അത്ഭുതപ്പെട്ടു പോയി, അവർ ബേജാറായി പോയി. ഇതൊരു മനുഷ്യൻ തന്നെയാണോ എന്ന ചിന്ത, ഇത് മനുഷ്യൻ തന്നെയാണോ പടച്ചോനെ? വഖത്തഅന അയ്ദിയഹുന്ന, അവർ സ്വന്തം കൈവിരലുകളെ കഷ്ണമാക്കി അരിയാൻ തുടങ്ങിയെന്ന് പരിശുദ്ധ ഖുർആൻ. ആപ്പിള് മുറിക്കുന്ന രംഗങ്ങൾ മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ടപ്പോ ആ ഭംഗി കണ്ടിട്ട്, സൗന്ദര്യം കണ്ടിട്ട് അവരുടെ കൈവിരൽ ഇങ്ങനെ കഷ്ണമാക്കി അരിയാൻ തുടങ്ങി എന്ന് പരിശുദ്ധ ഖുർആനിൽ പറയാൻ. അവർ കൈ അരിയുന്നുണ്ട്, വേദന അറിയുന്നില്ല എന്നതാണ് വിഷയം. അവർ കൈ മുറിക്കുന്നുണ്ട്, വേദന അറിയുന്നില്ല. കത്തി കൊണ്ട് കൈ ചെത്തുന്നുണ്ട്, വേദന അറിയുന്നില്ല. ഇതാണ് ഈ ഹദീസിന്റെ വ്യാഖ്യാനമെന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനായ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് വേദന ഉണ്ടാകൂല, വേദന അനുഭവപ്പെടൂല. എന്നാൽ ഈ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഈ ആളുകൾ, സഹോദരിമാർ, ഈ പെണ്ണുങ്ങൾ, അവർ മുറിക്കുന്ന സമയത്ത് കൈ വേദന അറിഞ്ഞില്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സാധനം കണ്ടാൽ ഒരു വേദനയും അനുഭവപ്പെടൂല. മരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹിയുടെ ഫോട്ടോ കണ്ടാൽ, അല്ലാഹുവിന്റെ പേര് കണ്ടാൽ, മലക്കുകൾ സമാധാനിപ്പിച്ചാൽ അവനക്ക് വേദന അനുഭവപ്പെടൂല എന്ന് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് പുഞ്ചിരിച്ചുകൊണ്ട് റാഹത്തോടെ മരിക്കാനുള്ള ഒരു അവസരമാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. അല്ലാഹുവേ, ഞങ്ങളെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ചേർത്തി തരണേ എന്നുള്ള ആ പ്രാർത്ഥന അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ചൊല്ലി മരിക്കാനുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം. അവസാനം കലിമ ചൊല്ലി മരിക്കാനുള്ള ഒരു സംഘടനയാണ്, അല്ലെങ്കിൽ ഒരു വഴിയാണ് ഈ പ്രസ്ഥാനം. ഈ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ വറക്കൽ മുല്ലക്കോത്തങ്ങൾ അടിത്തറവാകിയ ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പ്രസ്ഥാനം, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രസ്ഥാനം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരുപാട് മഹാന്മാർ കലിമ ചൊല്ലി മരിച്ചിട്ടുണ്ട്. ഒരുപാട് മഹാന്മാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെട്ടിട്ടുണ്ട്. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയട്ടെ. ബഹുമാനപ്പെട്ട ഫരീദ് ഉസ്താദ്, ചെമ്മാട് ദർശനം നടത്തിയിരുന്ന ഫരീദ് ഉസ്താദ്, ശൈഖുന
സമസ്തയുടെ മുഷാറമ്പറാറുന്ന ഫരീദ് ഉസ്താദും ദർസ് നടത്താൻ പ്രയാസപ്പെടുകയും അവസാനം വരെ ദർസ് നടത്തുകയും അവസാനം ദർസ് നടത്താൻ പ്രയാസമായ സമയത്ത് വീട്ടിൽ ചെന്നുകൊണ്ട് വിശ്രമ ജീവിതം അനുഭവിക്കുന്ന സമയത്ത് ഒരു ദിവസം മരണമാസന്നമാകുന്ന ആ തലേ ദിവസം മകൻ ബഷീർ ബാഖയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, പ്രിയപ്പെട്ട മകനെ, എന്റെ ദർസിൽ ഇക്കാലയളവിൽ നീ രണ്ടാമത്തെ മുദരിസായിരുന്നു, ഈദിൽ നീ ഒന്നാം മുദരിസാണ്, എന്റെ ദർസിനെ നീയായി മുന്നോട്ട് കൊണ്ടുപോവേണ്ടതെന്ന് സ്വന്തം മകനെ ദർസേൽപ്പിച്ചിട്ട് പിറ്റേ ദിവസം ഭാര്യയോട് പറയാൻ, എനിക്കൊന്ന് ഉളു കൊടുക്കണം, എനിക്കൊന്ന് ഉളു ചെയ്യണം. അങ്ങനെ ബഹുമാനപ്പെട്ട ഫരീദ് ഉസ്താദ് സ്വന്തം ഭാര്യയോട് ഉളു കൊടുക്കാൻ വേണ്ടി വെള്ളം ആവശ്യപ്പെടുകയും ഉളു കൊടുത്തതിന് ശേഷം ഭാര്യയോട് പറയാ, ഇനി എന്നെ തൊടാൻ പാടില്ല, ഞാൻ ഉളു എടുത്തിട്ടുണ്ട്, ഇനി എന്നെ തൊടാൻ പാടില്ല. അപ്പൊ ചോദിച്ചു, എന്താ തൊടാത്ത പ്രശ്നം? നിങ്ങൾ എന്റെ ഭാര്യ ഭർത്താവാണ്, ഉളു മുറിയും, പക്ഷെ ഇനി ഉളു എടുത്താ പോരെ എന്നാ ചോദ്യം. അപ്പൊ പ്രിയപ്പെട്ട ഭർത്താവ് ഫരീദ് ഉസ്താദ് പറയാ, പ്രിയപ്പെട്ട സഹധർമ്മിണിയോട് ഭാര്യയോട് പറയാൻ, നീ എന്നെ തൊട്ടാൽ എനിക്ക് എന്റെ എന്നെ കൊണ്ടുപോവാൻ ആളുകൾ കടന്നു വരാനുണ്ട്, എന്നെ കൊണ്ടുപോവാൻ കുറച്ച് ആളുകൾ വരാനിരിക്കുകയാണ്. അവർ വന്ന സമയത്ത് അവരോട് കൂടെ പോകുമ്പോ എനിക്ക് ഉളു വേണമെന്ന് ഫരീദ് ഉസ്താദ് സ്വന്തം ഭാര്യയോട് പറയുകയും അങ്ങനെ റൂമിലെ ബെഡിൽ ചെന്നുകൊണ്ട് കിടന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഉളുവോടുകൂടെ റാഹത്തോടെ മരണപ്പെട്ടവരാണ് നമ്മുടെ സമസ്തയുടെ മുശാവറ മെമ്പർ ഫരീദ് ഉസ്താദ് റളിയല്ലാഹു അൻഹു. നമ്മൾ അറിയാത്ത ബഹുമാനപ്പെട്ട ഫരീദ് ഉസ്താദ് എല്ലാവരും അറിയുമെങ്കിലും അദ്ദേഹത്തെ വല്ലാതെ ആരും ഇദ്ദേഹത്തിന് മരണ ആ രംഗം ആരും വിശദീകരിച്ചിട്ടില്ല. ബഹുമാനയുടെ ശംസുലമയെ കുറിച്ച് എല്ലാവർക്കും അറിയാം, ബഹുമാനപ്പെട്ട മാനുസ്താദിനെ പറ്റി അറിയാം, കാളമ്പാടി ഉസ്താദ്, പാറന്നൂർ ഉസ്താദ്, ഉമർ അലി ശിഹാബ് തങ്ങൾ, ഒരുപാട് ആളുകൾ മരിച്ചതൊക്കെ കെലിമ ചൊല്ലിയിട്ട. ആരും മരിക്കുകയാണെങ്കിലും പറയും കെലിമല്ലി മരിച്ചു, റാഹത്തോടെ മരിച്ചു. അവരൊക്കെ അവസാനം ചെല്ലി മരിക്കുന്ന സമയത്ത് നമ്മൾക്കൊരു ഉപദേശം നൽകുകയാണ്, ഒരു സന്ദേശം നൽകുകയാണ്. ഈ പ്രസ്ഥാനം സത്യത്തിന്റെ പ്രസ്ഥാനമാണ്, ഇത് ഹക്കിന്റെ പ്രസ്ഥാനമാണ്, അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ നിങ്ങൾ അണിനിരക്കണമെന്ന് അവർ നമുക്കൊരു സന്ദേശം തരികയാണ്. സന്ദേശമാണ്. തീവ്രവാദത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ജിഹാദ് നടത്തിയാലേ ഈ ദീൻ നിലനിൽക്കൂ എന്ന് പ്രചരിപ്പിക്കുന്നവരോട് കൂടെയല്ല. ഇത് സമാധാനത്തിന്റെ പാർട്ടിയാണ്, ഇത് സത്യത്തിന്റെ പാർട്ടിയായതുകൊണ്ട് സമാധാനത്തോടെ ജീവിച്ചാലേ ഈ ദീൻ നിലനിൽക്കൂ എന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ആ വാക്കിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ച മഹാന്മാരാണ് സമസ്തയുടെ മഹാന്മാർ. ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം IS ആണല്ലോ, ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇസ്ലാമിന്റെ മക്കളെ അല്ലെങ്കിൽ യുവാക്കളെ തിരിപ്പിച്ചുകൊണ്ട് കുതന്ത്രങ്ങളിലൂടെ തിരിപ്പിച്ചുകൊണ്ട് ഷഹീദാവാനുള്ള അല്ലെങ്കിൽ ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി മറ്റുള്ളവരെ ക്രൂരമായി കൊന്നെടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്കാണ്, ഒരു മനസ്സാണ് അവർക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടല്ല നമ്മുടെ ലക്ഷ്യം. നമ്മൾക്ക് ഹക്കായ പാത. ഒരുപാട് ആദ്യം നമ്മോട് ശിർക്കല്ല, ശിർക്കാണെന്ന് പറഞ്ഞ് നമ്മോട് മുശ്രിക്കാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ശിർക്ക് ആരോപിച്ച ആളുകൾ ഇന്ന് പല കോലങ്ങളിലായി പല രീതിയിലായി വേർതിരിഞ്ഞപ്പോഴും സമസ്ത അത് ഒന്നായി നിലനിൽക്കുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ, അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഈ ശരിയായ പാതയിൽ മുന്നോട്ട് പോവാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അത് എങ്ങനെ കഴിയാന്ന പിന്നെ പ്രശ്നം. ഈ ശരിയായ പാതയിലൂടെ മുന്നോട്ട് പോവാൻ എങ്ങനെ സാധിക്കും? എങ്ങനെയാണ് കഴിയുക? ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ലാ യദ്ഖുലുൻ നാറ ഇല്ല ശഖയ്യ, നരകത്തിൽ ശഖയ്യ മാത്രമേ കടക്കൂ എന്ന് മുഹമ്മദ് മുസ്തഫ. നരകത്തിൽ കടക്കുക ശഖയ്യ മാത്രമാണ്. ആരാണ് ശഖയ്യ? വമനിശഖയ്യ യാ റസൂലല്ലാഹ്, നബിയെ ആരാണ് ശഖയ്യ? എന്റെ സമുദായത്തിൽ ശഖി ആരാണ്? നബി കരീം തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്ന സമയം ഹബീബുന തങ്ങൾ പറയാൻ, അശ്ശഖിയു മൻ ലം യഅമൽ ലില്ലാഹി ബിതാഅ വലം യത്റുക് ലഹു ബിമഅസിയ. ഹബീബുന റസൂലുള്ളാഹിയുടെ വാക്ക് 2 വാചകങ്ങൾ ഒതുങ്ങിയിട്ടുണ്ട്. 2 വാചകങ്ങൾ. ആരാണ് ശഖി എന്ന് ചോദിക്കും അവിടെ നിന്ന് പറഞ്ഞു, മൻ ലം യഅമൽ ലില്ലാഹി ബിതാഅ, അല്ലാഹുവിന് വേണ്ടി നന്മ ചെയ്യാത്ത മനുഷ്യനാണെന്ന് മുഹമ്മദ് മുസ്തഫ.
വലം യത്റുക് ലഹു ബിമഅസിയ, തെറ്റൊഴിവാക്കുന്നുണ്ട്, തിന്മ ഒഴിവാക്കുന്നുണ്ട്. പക്ഷേ അതിലില്ലാ, അല്ലാഹുവിന് വേണ്ടി ആയിട്ടില്ലെങ്കിൽ അവൻ ശഖിയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് നന്മ ചെയ്യുന്നുണ്ട്, ഇത് അല്ലാഹുവിന് വേണ്ടി ആയിട്ടില്ല. അങ്ങനെ ആണെങ്കിൽ അവൻ വിജയിയാണെന്ന് മുഹമ്മദ് നബി. അല്ലാഹുവിന് വേണ്ടി, റബ്ബിന് വേണ്ടി നന്മ ചെയ്യണം. കാരണം സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. നാളെ സ്വർഗത്തിൽ വെച്ച് റബ്ബിനെ കാണണമെന്ന് കൊതിയുള്ളവർ, സ്വർഗത്തിൽ വെച്ചിട്ടല്ലേ റബ്ബിനെ കാണാൻ കഴിയൂ. ആ റബ്ബിനെ കാണാൻ പൂതിയുള്ളവർ, കൊതിയുള്ളവർ, ആഗ്രഹമുള്ളവർ, അവർ നല്ല പ്രവർത്തനം ചെയ്തു കൊള്ളട്ടെ എന്ന് ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ പറയുന്നുണ്ട്. നല്ലത് ചെയ്തോട്ടെ എന്നാ പറഞ്ഞത്. നല്ല പ്രവർത്തനം ചെയ്യണം. എന്നിട്ട് പറയാണ്, അവൻ ചെയ്തു പോകുന്ന ഈ പ്രവർത്തനങ്ങളിൽ ഇസ്റാഖ്, ശിർക്ക് പാടില്ലെന്ന് പരിശുദ്ധ ഖുർആൻ പറയാണ്. ശിർക്ക് അക്ബർ ഉണ്ട്, ശിർക്ക് അസ്ഗർ ഉണ്ട്. ചെറിയ ശിർക്കാണ് ഇവിടെ ഉദ്ദേശം. മറ്റുള്ളവർ കാണാൻ വേണ്ടി റിയാഓടുകൂടെ ചെയ്യാൻ പാടില്ല, ലോകമാന്യത്തോടുകൂടെ ചെയ്യാൻ പാടില്ല. മറ്റുള്ളവർ കാണട്ടെ എന്ന് കരുതിയുള്ള പ്രവർത്തനം, അതുകൊണ്ട് റബ്ബിനെ കാണാൻ പറ്റൂല എന്ന് പരിശുദ്ധ ഖുർആൻ പറയാണ്. അതുകൊണ്ട് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ നമ്മൾ ചെയ്യുന്ന തുച്ഛമായ പ്രവർത്തനങ്ങൾ, വളരെ വിരളമായ പ്രവർത്തനങ്ങൾ, നന്മകൾ, അതിലില്ല, അല്ലാഹുവിന് വേണ്ടി ആയിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുവിന് വേണ്ടി ആയാലാണ് അവൻ ശഖീ ആവാതിരിക്കൂ എന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ. കള്ള് കുടിക്കുന്നില്ല, എന്തുകൊണ്ട്? ഒരാൾ കള്ള് കുടിക്കുന്നില്ല, എന്താ കള്ള് കുടിക്കാതിരിക്കാനുള്ള കാരണം? നാട്ടുകാർ പറയുമല്ലോ എന്ന് കരുതി, അല്ലെങ്കിൽ എന്റെ കല്യാണം നോക്കുമ്പോ കല്യാണം ശരിയാവില്ലല്ലോ എന്ന് കരുതിയിട്ടാണെങ്കിൽ അവൻ ശഖീയായിരിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. കല്യാണക്കാരം അന്വേഷിക്കുന്ന സമയം നന്മ ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കണം. കല്യാണക്കാരനെ ഒരൊറ്റ ഉദാഹരണം പറയാ. 25 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി ഒരു യുവാവിനെ കുറിച്ച് കല്യാണം ആലോചിക്കുകയാണെങ്കിൽ അവൻ അന്ന് ആ സമയത്ത് പള്ളി വരും, പള്ളി സുബൈക്കൊക്കെ ജമാഅത്തിനുണ്ടാകും. അന്വേഷിക്കുമ്പോൾ പറയാൻ അവൻ ജമാഅത്തിനൊക്കെ പള്ളി വരുന്ന ആളാണെന്ന് പറയാൻ വേണ്ടി അവൻ എന്ത് ചെയ്യും? ജമാഅത്തിനൊക്കെ പള്ളി വരുന്ന ആളാണെന്ന് പറയാൻ വേണ്ടി കല്യാണം ആലോചിക്കുന്ന സമയത്ത് പള്ളി വരും. അവന്റെ നിസ്കാരം അല്ലാഹുവിന് വേണ്ടിയല്ല, നിസ്കാരം നാഥന് വേണ്ടിയല്ല. നിസ്കാരം അത് കല്യാണം ശരിയാവാനാണെങ്കിൽ അവന്റെ പ്രവർത്തനം അത് സ്വീകാര്യമല്ലെന്ന് മുഹമ്മദ് മുസ്തഫ അപനബിതങ്ങൾ പറഞ്ഞു. മല്ലം യഅമൽ ലില്ലാഹി ബിതാഅ വലം യത്റുക് ലഹു ബിമഅസിയ. അല്ലാഹു തആലാക്ക് വേണ്ടി നന്മ ചെയ്യണം, അല്ലാഹു തആലാക്ക് വേണ്ടി തെറ്റുകൾ ഒഴിക്കണമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട്, പള്ളി ജമാഅത്തിനൊക്കെ പോകുന്നുണ്ട്. ചില സഹോദരങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയം, ചില സഹോദരങ്ങളൊക്കെ ജമാഅത്തിന് വേണ്ടി പള്ളിയിൽ അധ്വാനിച്ചുകൊണ്ട് എല്ലാ വഖ്തിനും പള്ളി വരും, എല്ലാ വഖ്തിനും പള്ളി വരും, ജമാഅത്തിന് ഒന്നാം സഫിലുണ്ടാകും. പക്ഷേ തുണി നിരയാണ്ട താഴെയാണെങ്കിൽ എന്താ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുക? തുണി നെരിയാണ്ട് താഴെയാൻ സിമ്പിൾ വിഷയങ്ങളൊക്കെ നമ്മൾ വലിയ വിഷയങ്ങളൊക്കെ സിമ്പിളായി കണ്ടാൽ നെരിയാണ്ട് താഴെ തുണി ഇറക്കിയതില്ല, അതുകൊണ്ട് എന്താ പ്രശ്നം എന്നൊന്നും കരുതിയിട്ട് കാര്യമില്ല. ജമാഅത്തിന് കറക്റ്റ് വരുന്ന ആളാണ്, നെരിയാണ്ട് താഴെ തുണി ഉണ്ടെങ്കിൽ ആ ജമാഅത്ത് കൊണ്ടോ ആ നിസ്കാരം കൊണ്ടോ കൂലി കിട്ടൂല. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഹറാം ചെയ്താൽ ഹറാമുമായി ബന്ധപ്പെട്ട ശരീരം നരകത്തിലേക്കാണെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. വിഷയം ഞാൻ അവസാനിപ്പിക്കാൻ വേണ്ടി പോവാൻ. അതുകൊണ്ട് ഈ സത്യത്തിന്റെ പാതയിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരൊറ്റൊരു പോംവഴി, ചെയ്യുന്ന നന്മകൾ അല്ലാഹുവിന് വേണ്ടിയായാലേ, ചെയ്യുന്ന പ്രവർത്തനങ്ങൾ റബ്ബിന് വേണ്ടിയായാലേ, ചെയ്യുന്ന തെറ്റുകൾ ചെയ്യാതിരിക്കുന്നത് അല്ലാഹുവിനെ കുറിച്ചായാലേ നമ്മൾക്ക് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ, നമ്മൾക്ക് ഈ സത്യത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാത്തവർക്ക് എങ്ങനെയെങ്കിലും പ്രയാസപ്പെടും. ചില ആളുകളൊക്കെ, മറ്റു ബിദ്അത്തിന്റെ ആളുകളൊക്കെ നിസ്കരിക്കുമ്പോൾ തഖ്വ കാണാം, നിസ്കരിക്കുന്ന സമയത്ത് ഇഖ്ലാസ് ഉണ്ടാകും. ചില സുന്നത്തുകളൊക്കെ എടുക്കുമ്പോൾ ഉറക്കവർ പറയും
തിന്നാ ഭക്ഷണം കഴിച്ചാൽ അൽഹംദുലില്ലാഹ് എന്നൊക്കെ ഉറക്കെ പറയണത് കാണാം. മറ്റുള്ള കേക്ക് എല്ലാവരും കേക്ക് ഞാൻ പറയുന്നുണ്ടെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് എല്ലാ ആളുകളും, ഞാനടക്കമുള്ള ആളുകൾ, എന്ത് പ്രവർത്തനം ചെയ്യുകയാണെങ്കിലും നല്ലത് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. ആ നല്ലത് ചെയ്യുമ്പോഴും അള്ളാഹുവേ നിനക്ക് വേണ്ടിയാണെന്നുള്ള ബോധമുണ്ടാവുക. ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ബഹുമാനപ്പെട്ട ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീൻ ഉദ്ധരിക്കുന്നുണ്ട്. ഒരൊറ്റൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ദക്കറല്ലാഹ ഖലസ, മൻ ദക്കറല്ലാഹ്, ആരെങ്കിലും അല്ലാഹ് എന്ന് പറഞ്ഞാൽ, ആരെങ്കിലും അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ, ഖലസ, അവൻ വിജയിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ, രക്ഷപ്പെടുമെന്ന് നബി. അല്ലാഹ് എന്ന് വാക്ക് പറയാം. അള്ളാഹിനെ പറയാന്ന് പറഞ്ഞാൽ അല്ലാഹ് എന്നെ പറയണമെന്നില്ല. അള്ളാഹുവിനെ പറയണമെന്ന് പറഞ്ഞാൽ മനസ്സിൽ കരുതിയാൽ മതി, മനസ്സിൽ സ്മരിച്ചാൽ മതി. അള്ളാഹുവിനെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്ന, എപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഖലസ, അവന് രക്ഷപ്പെടുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഗസാലി തങ്ങൾ ഹദീസ് വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിനെ പറഞ്ഞാൽ അവൻ രക്ഷപ്പെടുമെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനടക്കമുള്ള ഒരുമിച്ച് കൂടി ഒരുപാട് ആളുകൾ ആത്മാർത്ഥമായി ഒന്ന് അള്ളാഹ് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആത്മാർത്ഥമായി അള്ളാഹ് എന്ന് പറയാൻ വലിയ പ്രയാസാണ്. അള്ളാഹ് അള്ളാഹ് എന്നൊക്കെ പറയാൻ നമ്മളെ കൊണ്ട് കഴിയും. കുത്രാദീപ് ചെല്ലുമ്പോൾ റാത്തീബിലുമൊക്കെ അള്ളാഹു എന്നൊക്കെ ചെല്ലാൻ നമ്മളെ കൊണ്ട് കഴിയും. പക്ഷെ ആത്മാർത്ഥമായി മനസ്സിൻ്റെ ഉള്ളിൽ അള്ളാഹ് സ്പർശിച്ചാൽ രക്ഷപ്പെടാൻ കഴിയുമെന്ന മുഹമ്മദ് മുസ്തഫ. മൻ ദക്കറല്ലാഹ ഖലസ, അള്ളാഹുവിനെ പറഞ്ഞാൽ അവനിക്ക് വിജയമുണ്ടെന്ന് ഹബീബുൽ വറ മുഹമ്മദ് നബി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം എപ്പോഴും അല്ലാഹ്. നിസ്കരിക്കുകയാണ് അള്ളാഹ്ക്ക് വേണ്ടിയാണ്, നോമ്പനുഷ്ഠിക്കുകയാണ് അള്ളാഹ്ക്ക് വേണ്ടിയാണ്. കാരണം നബി കരീം സ്വല്ലല്ലാഹു പറയുന്നുണ്ടല്ലോ, അല്ലാഹു തആല പറയുന്നുണ്ട്, ഒരുപാട് നിസ്കാരക്കാർ നരകത്തിൽ പോകും, ഒരുപാട് നോമ്പുകാർ നരകത്തിൽ പോകും, ഒരുപാട് സൽക്കരം ചെയ്ത ആളുകൾ തന്നെ നരകത്തിൽ പോവാനുണ്ട്. കാരണം ഖുർആൻ പറഞ്ഞു, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നിസ്കാരക്കാർ നരകത്തിലാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, റുബ്ബ സായിമിൻ, വൈലുൽ മുസല്ലീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഖുർആനിൽ പറയാൻ, റുബ്ബ സായിമിൻ, നബി തങ്ങൾ ഹദീസിൽ പറയാണ്, റുബ്ബ സായിമിൻ, എത്രയെത്ര നോമ്പുകാരാണ്. ഒരുപാട് നോമ്പുകാരുണ്ടല്ലോ, പക്ഷേ നോമ്പുകാരിൽ ഒരുപാട് നോമ്പുകാർക്ക് നോമ്പ് കൊണ്ട് പ്രയോജനമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് നോമ്പ് ഈ റമദാൻ മാസം കഴിഞ്ഞു പോയിട്ടുണ്ട്, ഒരുപാട് ആളുകൾ നോമ്പ് നോറ്റിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ആളുകൾക്ക് അവസാനം ബാക്കി കിട്ടിയത്, കൂട്ടിക്കിടിച്ചപ്പോ അവസാനം കിട്ടിയത് പട്ടിണി മാത്രമാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിധങ്ങൾ പറയാണ്, എത്രയെത്ര നോമ്പുകാരാൻ അങ്ങനെ പട്ടിണി മാത്രം അവശേഷിക്കുന്നവരുണ്ട്, എത്രയെത്ര നിസ്കാരക്കാർ നരകത്തിൽ പോകുന്നവരുണ്ട്. പോട്ടെ, എത്രയെത്ര പണ്ഡിതന്മാർ നരകത്തിൽ കടക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ സൽക്കർമ്മത്തിന്റെ ആളുകൾ രണ്ട് വീതമായി ഓഹരി വെച്ചിട്ടുണ്ട്. നോമ്പുകാർ നരകത്തിൽ പോകുന്നവരുണ്ട്, സ്വർഗത്തിൽ പോകുന്നവരുണ്ട്. നിസ്കാരക്കാരും അപ്രകാരം തന്നെ. ഏത് നന്മ എടുത്ത് നോക്കുകയാണെങ്കിലും രണ്ടും രണ്ടാണ്. ചുരുക്കി പറഞ്ഞാൽ നോമ്പിന്റെ കാര്യം പോലും നമ്മൾക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ്. ആരാരും അറിയാതെ ഞാൻ നോമ്പ് നോറ്റു എന്ന് മറ്റൊരാൾ അറിയുന്നില്ല, എന്നിട്ട് പോലും ആ നോമ്പ് നോറ്റ ആളുകൾ നരകത്തിൽ പോകുന്നു. കാരണം എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, നോമ്പ് നോറ്റിട്ട് നോമ്പിന്റെ കൂലികൾ ചോർന്നു പോകുന്ന പരിപാടി നമ്മളെല്ലാവരും എടുക്കുന്നുണ്ട്. നിസ്കരിക്കുമ്പോൾ എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്, പക്ഷേ അവന്റെ നിസ്കാരത്തിന്റെ നിര്യാണ്ട താഴെ വസ്ത്രമിറക്കിയിട്ടുണ്ടെങ്കിൽ അവനിക്ക് ആ നിസ്കാരത്തിന്റെ കൂലി ചോർന്നു പോകാൻ.
നോമ്പ് നോൽക്കുന്നുണ്ട്, ശരിക്ക് നോമ്പ് നോറ്റിട്ടുണ്ടെങ്കിൽ, പക്ഷേ അവൻ പട്ടിണി കിടന്നതുകൊണ്ട് അവൻ ഹറാമുകൾ കണ്ടു കേട്ട് നടന്നാൽ, പിടിച്ചു നടന്നാൽ അവന്റെ നോമ്പിന്റെ കൂലി ചോർന്നു പോകും. അവനിക്ക് അവസാനം മഹ്ശറിൽ വരുമ്പോ നോക്കിയാൽ പട്ടിണി മാത്രമേ അവശേഷിക്കൂ എന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചുരുക്കി പറഞ്ഞാൽ ഏത് പ്രവർത്തനം അല്ലാഹുവിന് വേണ്ടി ചെയ്താൽ, റബ്ബിനെ ഓർത്തുകൊണ്ട് നന്മകൾ ചെയ്താൽ നമ്മൾക്കതുകൊണ്ട് പ്രയോജനമുണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആനിലും മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഹദീസുകളിലും വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വർഗത്തിൽ വെച്ച് പടച്ചോനെ കാണലാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ വലിയ ലക്ഷ്യം. അവസാനം സ്വർഗത്തിൽ വെച്ച് അള്ളാഹുവിനെ കാണുക, അവസാനം അള്ളാഹുവിന്റെ നൂറാനിയത്ത് ദർശിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അത് അവിടെ വെച്ച് കാണാൻ കഴിയൂ. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാം തൂർ സൈന പർവ്വതത്തിൽ വെച്ചുകൊണ്ട് ഇബ്രാഹിം അള്ളാഹു തആലയെ കണ്ടിട്ടില്ല. റബ്ബിന്റെ ആ പ്രകാശത്തിന്റെ ഒരു അംശം കണ്ടപ്പോഴേക്ക് ബോധം കെട്ടു വീണു. ഫഖറ മൂസ സൈഖ, മൂസ നബി അലൈഹിസ്സലാം ബോധം കെട്ടു വീണു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാഇന്റെ അന്ന്, മിഅ്റാജിന്റെ അന്ന് റബ്ബിനെ കണ്ടു എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ നേരിട്ട് കണ്ടുകൊണ്ട് കണ്ടിട്ടില്ല, ഹൃദയത്തിന്റെ കണ്ടുകൊണ്ടാണ് കണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, അല്ല, നേരിട്ട് കണ്ടുകൊണ്ട് തന്നെ അല്ലാഹു തആലയെ മുഹമ്മദ് മുസ്തഫ തങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആ റബ്ബിനെ മുഹമ്മദ് നബി തങ്ങൾ ഇവിടെ വെച്ച് കണ്ടുകൊണ്ട് അല്ലാഹുവിനെ, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, നമ്മളെ ഏറ്റവും വലിയ മഹബൂബ്, ലോകത്ത് 1-ാം നമ്പർ മുഹമ്മദ് നബിക്ക് മുമ്പും അല്ലാഹുവും റസൂലും കഴിഞ്ഞാലല്ലേ നമുക്ക് മറ്റുള്ളതൊക്കെ പറ്റൂ. ആ അല്ലാഹുവിനെ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് കാണാനല്ലേ ഈ പണിയൊക്കെ എടുക്കുന്നത്. ഒരുപാട് ആളുകൾ വന്നിരിക്കുന്നു, ഒരുപാട് സഹോദരിമാർ വരുന്നു. എല്ലാ കാര്യങ്ങളിലും നന്മകൾ പങ്കെടുത്തുകൊണ്ട് വിജയിപ്പിക്കൽ മാത്രമല്ല ലക്ഷ്യം. ഒരുപാട് ആൾ വന്ന് പരിപാടി വിജയിച്ചു എന്ന് പറയലല്ല ലക്ഷ്യമല്ലോ. ഇതുകൊണ്ട് ഒരാൾ നന്നായി കഴിഞ്ഞാൽ ഈ പരിപാടി വിജയിച്ചു. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇവിടെ വെച്ചുകൊണ്ട് ഒരാൾ മനസ്സ് തീരുമാനിക്കാൻ, ഇന്നു മുതൽ ഞാൻ സ്വാലിഹാവാൻ വേണ്ടി ശ്രമിക്കും ഇൻഷാ അല്ലാഹ് എന്ന് തീരുമാനിച്ചുകൊണ്ട് ഒരു വ്യക്തി, ഒരു സഹോദരൻ, ഒരു സഹോദരിയെങ്കിലും നന്നായി കിട്ടിയാൽ ഈ പരിപാടി ലക്ഷങ്ങൾ ചെലവഴിച്ചാലും വിജയം കണ്ടു. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് അല്ലാഹു തആലയെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം, ഞാനടക്കം ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. കാരണം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ മുഅ്മിനീങ്ങളെ, ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹ്, നിങ്ങൾ അല്ലാഹു തആലയെ പരിപൂർണമായി പേടിക്കണം, തഖ്വ ചെയ്യണമെന്ന് ഖുർആൻ പറഞ്ഞു. അല്ലാഹു തആലയെ എത്രയാണോ പേടിക്കേണ്ടത് അത്രയും നിങ്ങൾ പേടിക്കണം. 100% അള്ളാഹു തഖ്വ ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിക്കാൻ, നബിയെ അതെങ്ങനെ കഴിയും നബിയെ? അള്ളാഹുവിനെ എങ്ങനെയാണോ തഖ്വ ചെയ്യേണ്ടത് അപ്രകാരം തഖ്വ ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുമോ റസൂലേ എന്ന് സഹാബത്ത് പരാതി പറഞ്ഞപ്പോ നബി കരീം തങ്ങൾ അവിടുന്ന് 2ാമത് ആയത്ത് ഓതി കൊടുക്കാൻ ജിബ്രീൽ വന്നുകൊണ്ട് പറയാ, ഇത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങൾക്ക് എത്രയാണോ സാധിക്കുക അത്രയും, എന്നെ കൊണ്ട് എത്ര കഴിയുക അത്ര ഞാൻ തഖ്വ ചെയ്യുക, നിങ്ങളെ കൊണ്ട് എത്രയാണോ തഖ്വ ചെയ്യാൻ സാധിക്കുന്നത് അത്രയും ശതമാനം നിങ്ങൾ ചെയ്യണമെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ 2ാമത് പറഞ്ഞു കൊടുക്കാൻ. നമുക്കൊരു സമാധാനമാണ്. നമ്മൾക്ക് അല്ലാഹുവിനെ ശരിക്ക് പേടിക്കാൻ കഴിയില്ലെങ്കിലും നമ്മളെ കൊണ്ട് എത്ര കഴിയോ അത്ര. ഒരു 70% കയ്യിൽ നിന്ന് വെക്കുക. പക്ഷെ നമ്മൾ 50% പേടിച്ചാണ്ട് പറഞ്ഞ് എന്നോട് കഴിയില്ല. പക്ഷെ അള്ളാഹ്ക്ക് അറിയില്ല എത്ര കഴിയുന്നുള്ളത്. നമ്മളെ കൊണ്ട് എത്ര പേടിക്കാൻ കഴിയോ അത്രയും പേടിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതൊക്കെ ഇതുകൊണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തഖ്വ പറയുക, അള്ളാഹുവിനെ പേടിക്കാൻ വേണ്ടി പറയുക. അള്ളാഹുവിന്റെ തഖ്വ കൊണ്ട് ഉസീകും ഇബാദല്ലാഹി വ ഇയ്യായ അവ്വലം ബി തഖ്വല്ലാഹ് എന്നല്ലേ നമ്മൾ എല്ലാ ഖുത്ബയിലും പറയാറുള്ളത്. തഖ്വ വേണം കേട്ടോ മനുഷ്യന്മാരെ, തഖ്വ വേണം, അള്ളാഹിനെ പേടിക്കണം കേട്ടോ എന്ന് എല്ലാ പ്രസംഗങ്ങളിലും ഹബീബിന മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട്. തഖ്വ, അള്ളാഹുവിനെ പേടിക്കാനുള്ള മനസ്സ് അള്ളാഹു നമ്മൾക്ക് നൽകനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള മനസ്സ് എല്ലാവർക്കും അള്ളാഹു നൽകനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് എല്ലാവരും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാൻ വേണ്ടി ശ്രമിക്കണം. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്,
പരിശുദ്ധ സൂറത്തുൽ ഫജ്റിൽ അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, അവസാനം റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനോട് സ്വർഗ്ഗത്തിൽ പോകുമ്പോൾ അവിടെന്ന് പറയും, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ഓ മുത്മഇന്നത്തായ ശരീരമേ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഓ അടക്കമുള്ള ശരീരമേ, മുത്തുമഇന്നത്ത് എന്നാ പ്രയോഗിച്ചിട്ടുള്ളത്. തുമഇനത്തുള്ള, നമ്മൾ സാധാരണ അതിനർത്ഥം വെക്കൽ അടങ്ങി താമസിക്കാന്നല്ലേ, അടക്കമുള്ള തുമഇനത്തുള്ള ശരീരമേ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. ഒരു തൃപ്തിയടഞ്ഞുകൊണ്ട് സന്തോഷത്തോടുകൂടെ നിന്റെ റബ്ബിലേക്ക്, നിന്റെ രക്ഷിതാവിലേക്ക് നീ മടങ്ങിപ്പോ എന്ന് സ്വന്തം ഒരു ശരീരത്തോട് അല്ലാഹു പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഏതാണ് ശരീരം? അന്നഫ്സുൽ മുത്മഇന്ന, അടക്കമുള്ള ശരീരമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. എന്നിട്ട് പറയാണ്, ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി, എന്റെ അടിമകളിൽ നീ പ്രവേശിച്ചോ, എന്റെ സ്വർഗ്ഗത്തിലും നീ കടന്നു എന്ന് അല്ലാഹു തആല അവസരം കൊടുക്കുന്ന, റബ്ബ് പറയുന്ന ഒരു മനുഷ്യനാണ് അന്നഫ്സുൽ മുത്മഇന്ന. അതിനുള്ള പണി എന്താണ്? ശരീരം മുത്മഇന്നത്താവാനുള്ള പണി പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അലാ ബിദിക്രില്ലാഹ്, ഒന്നുകിൽ അലാ ബിദിക്രി അല്ലാഹ് എന്ന് പറഞ്ഞാൽ, അല്ലാഹ് എന്ന് ഓർത്താൽ തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തിന് സമാധാനമുണ്ടാകുമെന്ന്, ഹൃദയത്തിന് അടക്കമുണ്ടാകുമെന്ന്, ഹൃദയത്തിന് റാഹത്തുണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ അല്ലാഹു വിശദീകരിക്കാൻ. നാളെ മഹ്ശറയിൽ അല്ലാഹു നമ്മോട് പറയാൻ, എന്റെ അടിമകളോടുകൂടെ സ്വർഗ്ഗത്തിൽ പോ, നീ റാദിയത്തൻ മർദിയത്തായ സ്വർഗ്ഗത്തിൽ കടക്കൂ എന്ന് റബ്ബ് പറയുന്ന ഒരു മനുഷ്യനാവാനുള്ള പണി അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലലാൻ, അല്ലാഹുവിനെ സ്മരിക്കല, അല്ലാഹുവിനെ കുറിച്ച് ജീവിച്ചാൽ അവനിക്ക് ഈ ശരീരം തുമഅനീനത്താകുമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നാളെ ഇവിടെ മൂര്യാട് ഉസ്താദ് കടന്നു വരും. ഒരുപാട് ആളുകൾക്ക് ശാന്തിയുടെ വഴി കാണിച്ച് കിടക്കുന്ന, ഒരുപാട് ആളുകൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം പകർന്നു നൽകുന്ന ബഹുമാനപ്പെട്ട മൂര്യാട് ഹംസ ഉസ്താദ് ഇവിടെ എത്തും ഇൻഷാ അല്ലാഹ്. അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരുപാട് മുരീദന്മാരുണ്ട്. ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ വെളിച്ചത്തിൽ ഹിദായത്തിന്റെ വളരെ മനോഹരമായിട്ടുള്ള, വളരെ റാഹത്തുള്ള സംസാരങ്ങൾ സംസാരിച്ച് ജനങ്ങളെ ഹിദായത്തിന്റെ വഴി നടത്തുന്ന ഒരു മഹാനവറുകളാണ് നാളെ ഇവിടെ കടന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ ദുആയിൽ എല്ലാവരും പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന മഹാന്മാരിൽ, നമ്മൾ അറിയപ്പെട്ട മഹാന്മാരിൽ വലിയൊരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട മൂര്യാട് ഉസ്താദ്, അതുപോലെ അത്തിപ്പറ്റ ഉസ്താദ്, വാവാട് ഉസ്താദൊക്കെ. അല്ലാഹു ആ മഹാന്മാരൊക്കെ എപ്പോഴും അല്ലാഹ് എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ആളുകളാണ്. എപ്പോഴും അല്ലാഹ് എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന മഹാന്മാരാണ്. നമ്മൾക്കൊന്നും അങ്ങനെ കഴിയണില്ലെങ്കിലും കുറച്ചെങ്കിലും മെനക്കെടാൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം തടിയെ പറ്റി പറയാൻ, ഞാൻ ഒരു ദിവസം 70 തവണ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞിരുന്നു. ഹദീസിൽ കാണാ 100ഓളം തവണ നബി തങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞിരുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ. നബി തങ്ങൾ എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുത്തവൻ, എല്ലാ തെറ്റുകളും പുറത്തു കൊടുത്തവൻ, സ്വർഗം ഉദ്ഘാടനം ചെയ്യേണ്ട മനുഷ്യനാണ്. എന്റെ നൂറിനെയാണ് അള്ളാഹു ആദ്യമായി ഉണ്ടാക്കിയത്. ഈ ലോകങ്ങൾ മുഴുവൻ പടച്ചത് എനിക്ക് വേണ്ടിയാണ്. നബിയെ, അങ്ങ് ഉണ്ടായിരുന്നുവെങ്കിൽ, നിങ്ങളില്ലെങ്കിൽ ഞാൻ ഈ ലോകം ഉണ്ടാക്കുമായിരുന്നില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല ആജ്ഞാപിച്ച ഒരു സംഭവം. ആ ഒരു വാക്ക് തന്നെ പോരെ നബിയുടെ പവിത്രത മനസ്സിലാക്കാൻ.
നബി തങ്ങളോട് പറയാ, നബിയെ നിങ്ങൾ ഞാൻ ഉണ്ടാക്കുന്നില്ലെങ്കിൽ ലോകം ഉണ്ടാക്കൂല. നബി തങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് ഈ ലോകമുണ്ടായത്. ആ നബി തങ്ങൾ അവസാനം മരിക്കുന്ന സമയത്ത് ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ തലവെച്ച് കിടക്കുന്ന സമയം, അവസാന സമയത്ത് അവിടെ നിന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലാഹുമ്മ റഫീഖൽ അലാ, അല്ലാഹുവേ എന്നെ റഫീഖുൽ അലയിലേക്ക്, ഉന്നതമായ കൂട്ടുകാരന്റെ അടുത്തേക്ക് എന്നെ ഉയർത്തണമേ എന്ന് പറഞ്ഞതിന് തൊട്ടു മുമ്പ് ആയിഷ ബീവിയുടെ അടുത്തേക്ക് മടിവെച്ച് തടവെച്ച് കിടക്കുമ്പോ ഫാത്തിമ ബീവി കടന്നു വരികയാണ്. നബിന്റെ പ്രിയപ്പെട്ട ഇളയ മകൾ ഫാത്തിമ ബീവി കടന്നു വരുമ്പോ നബിതങ്ങളുടെ ഈ വ്യസനം കണ്ടിട്ട്, അസുഖം കണ്ടിട്ട് ഫാത്തിമ ബീവി പൊട്ടിക്കരഞ്ഞപ്പോ പ്രിയപ്പെട്ട മകളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയാ, മകളെ ഇന്നത്തിന് ശേഷം എന്റെ ഉപ്പാക്ക് വേദന ഉണ്ടാകൂല, ഇന്ന് അവസാന വേദനയാണെന്ന് സ്വന്തം മകളെ സമാധാനിപ്പിച്ചതിന് ശേഷം പ്രിയപ്പെട്ട മുഹമ്മദ് നബി തങ്ങൾ അവിടുന്ന് അവസാനം ഒരു വാക്ക് പറഞ്ഞത് നമ്മൾക്ക് വലിയ താക്കീതാണ്, നമുക്ക് വലിയ പേടിക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. നബി തങ്ങൾ പറയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി ലസകറാത്ത്. ഹബീബുന മുഹമ്മദ് മുസ്തഫ അവിടുന്ന് പറഞ്ഞു കൊടുക്കാൻ, പ്രിയപ്പെട്ട മനുഷ്യരെ നിങ്ങൾ കേൾക്കണേ, എല്ലാ മനുഷ്യരും കേൾക്കെ, എല്ലാവർക്കും ഒരു താക്കീതായിക്കൊണ്ട് നബി തങ്ങൾ ആയിഷ ബീവിയുടെ മടിയിൽ വെച്ചുകൊണ്ട് പറയാ, ഈ മരണത്തിനിക്ക് വല്ലാത്ത വെപ്രാളമുണ്ടെന്ന്, വല്ലാത്ത വേദനയുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമല്ല അതൊക്കെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്താ ചിന്തിക്കേണ്ടത്? എല്ലാം കൊടുത്തത് മുഹമ്മദ് നബി തങ്ങൾക്കാണ്, എല്ലാം കൊടുത്തത് നബി തങ്ങൾക്കാണ്. ആ നബി തങ്ങൾക്ക് വേണ്ടി ലോകമുണ്ടാക്കപ്പെട്ടതാണ്. മാത്രമല്ല നമ്മളെ പോലെ അസ്തഗ്ഫിറുല്ലാ എന്ന് നമ്മൾ നിസ്കാര ശേഷം അസ്തഗ്ഫിറുല്ലാ എന്ന് 3 വട്ടം പറയലുണ്ടെങ്കിലും നമ്മുടെ മനസ്സ് തട്ടാറില്ല. നമ്മളിങ്ങനെ സാധാരണ പതിവ് ഇങ്ങനെ പോകുന്നത് ഒന്നല്ലാതെ അത് മനസ്സറിഞ്ഞുകൊണ്ട് ആരും 3 അസ്തഗ്ഫിറുല്ലാ പറയാറില്ല. സുന്നത്താണ്, അങ്ങനെ ആരും പറയാറില്ല. പക്ഷേ നബി തങ്ങൾ ഇങ്ങനെ എന്നും പറഞ്ഞിട്ട് പോലും അവസാനം മരിക്കുമ്പോ വേദന ഉണ്ട് എന്ന് പറഞ്ഞിട്ടാ മരണപ്പെട്ടത്. അങ്ങനെ പറഞ്ഞിട്ടാ മരണപ്പെട്ടത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടത്, ഒന്നും ചെയ്യാത്ത നമ്മൾ, വളരെ തുച്ഛമായ കാര്യം ചെയ്യുന്ന നമ്മൾ, അതും സ്വീകരിച്ചോ എന്നറിയാത്ത നമ്മൾ മരിക്കുന്ന സമയത്ത് എത്രങ്ങാനും വേദന സഹിക്കേണ്ടി വരും, എത്ര വേദന സഹിക്കേണ്ടി വരും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഉള്ളത് നന്നാക്കാൻ ശ്രമിക്കണം, ഉള്ളത് നന്നാക്കാൻ ശ്രമിക്കണം. ചെയ്യുന്നത് കുറച്ചേ ഉള്ളെങ്കിലും അത് നന്നാക്കാൻ ശ്രമിക്കണം. ഹബീബുന മുഹമ്മദ് നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, നരകത്തിൽ കടക്കാനുള്ള കാരണങ്ങൾ എണ്ണിയിട്ട്, പരാജയത്തിന്റെ കാരണങ്ങൾ എണ്ണിയിട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, 4 കാരണങ്ങൾ ഉണ്ടായാൽ ഒരാൾ പരാജയപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. ബഹുമാനപ്പെട്ട ഉസ്താദുകൾ ഇപ്പോൾ എത്തുമെന്ന് അറിയുന്നുണ്ട്. അല്ലാഹു തആല എത്രയും പെട്ടെന്ന് മഹാനവറുകൾ ഇവിടെ എത്തി അദ്ദേഹത്തിൻ്റെ ആ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവരും മൂപ്പരെ പ്രതീക്ഷിക്കാൻ എന്നാരും പ്രതീക്ഷിച്ചിട്ടില്ല. ഇടയിലും മൂല്യർ കറി പ്രസംഗിക്കണം കരുതൊന്നും വേണ്ട. മൂപ്പർ ഇപ്പോൾ എത്തുന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇവിടെ ഏതാനും സമയം കൊണ്ട് എത്തുമെന്ന് അറിയുന്നുണ്ട്. ഒരുപാട് നേരം ഇവിടെ പോന്നിട്ട് ഇവിടെ എത്താനായിട്ടുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കി ജീവിതം ചിട്ടപ്പെടുത്താനുള്ള ഭാഗ്യം നൽകാൻ ഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കാൻ വേണ്ടി പോവാൻ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അലാമത്തു ശഖാവതി അർബഅ, പരാജയത്തിലേക്ക് പോകുന്നവനിക്ക് 4 കാരണങ്ങളുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരാൾ പരാജയപ്പെടുകയാണെന്നറിയാൻ 4 കാര്യം പരിശോധിച്ചാൽ മതി, 4 കാര്യം നോക്കിയാൽ മതി എന്ന് ഹബീബുന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഒന്നാമത്തെ കാര്യം, നിസ്യാനുദ്ദുനൂബിൽ മാദിയ വഹിയ ഇൻദല്ലാഹി മഹ്ഫൂദ, കഴിഞ്ഞു പോയിട്ടുള്ള തെറ്റുകൾ മറന്നു കളയുന്ന ഒരവസ്ഥ, കഴിഞ്ഞുപോയ പാപങ്ങൾ മറന്നു കളയുന്ന അവസ്ഥ. വഹിയ ഇൻദല്ലാഹി മഹ്ഫൂദ, ഈ തെറ്റുകൾ മുഴുവനും റബ്ബിന്റെ അടുക്കൽ റിക്കാർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് താനും. അല്ലാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള തെറ്റുകളെ കുറിച്ച് ഒരു വേവലാതിയുമില്ല, ഒരു പ്രശ്നവുമില്ലാതെ തെറ്റുകൾ മറന്നു കളഞ്ഞാൽ അവൻ പരാജയത്തിന്റെ കാൽ ഏറ്റെടുത്തുവെന്ന് മുഹമ്മദ് മുസ്തഫ. തെറ്റുകൾ ഒരുപാട് ചെയ്തുകണ്, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ
ബഹുമാനപ്പെട്ട ഉസ്താദ് അവരോട് എത്തിയിട്ടുണ്ട്, ഭക്ഷണം കഴിക്കുകയാണ്, കഴിഞ്ഞ തന്നെ അവിടെ എത്തും. എല്ലാവരും സദസ്സിലേക്ക് ഉള്ള സ്ഥലം ഉപയോഗപ്പെടുത്തിയിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. സ്ഥലം പരിമിതപ്പെടുന്ന ഈ സ്ഥലത്ത് സഹകരിച്ചുകൊണ്ട് എല്ലാവരും ഇരിക്കണം എന്ന് അറിയിക്കുകയാണ്. ഉസ്താദ് ഭക്ഷണം കഴിക്കുകയാണ്, ഇപ്പം ഇവിടെ എത്തും. അതുകൊണ്ട് ഈ വേഗം ഈ 4 കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കഴിഞ്ഞുപോയ തെറ്റുകൾ മറക്കുക. കഴിഞ്ഞുപോയ തെറ്റുകൾ മറന്നാൽ 4ൽ നിന്ന് 1 രണ്ടാമത്തെ കാര്യം ദിക്റുൽ ഹസനാത്തിൽ മാദിയ, കഴിഞ്ഞുപോയ നന്മകൾ ഓർക്കുക, കഴിഞ്ഞുപോയ നന്മകൾ പറയുക അല്ലെങ്കിൽ ഓർക്കുക. ഒരുപാട് നിസ്കരിച്ചുകണ്, ഒരുപാട് നോമ്പ് പോറ്റുകണ്, പള്ളി കമ്മിറ്റിക്ക് മദ്രസ കമ്മിറ്റിക്ക് ഒരുപാട് പൈസ കൊടുത്തിട്ടുണ്ട്, സംഭാവന കൊടുത്തിട്ടുണ്ട്, അതിങ്ങനെ മനസ്സ് വെച്ച് നടക്കുക, തിരക്കിടൽ ഞാൻ കുറച്ച് ഉഷാറാണ്, അതുകൊണ്ട് സ്വർഗത്ത് കടക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ച് നടന്ന അതുകൊണ്ടൊന്നും കാര്യമില്ല. കഴിഞ്ഞുപോയ നന്മകൾ മറന്നു കളയുക. അത് സ്വീകരിച്ചോന്ന് ഉറപ്പില്ലല്ലോ. കഴിഞ്ഞുപോയ നന്മകൾ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാത്തത് കൊണ്ട് അതങ്ങോട്ട് ഇട്ടേച്ച് കളയത് മറക്കുക. അത് കിട്ടിയാൽ കിട്ടി. കഴിഞ്ഞുപോയ തിന്മകളോ അത് പൊറുത്തിട്ടില്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ്. അതുകൊണ്ട് തിന്മകളുടെ മേൽ നമ്മൾ വേവലാതിയോടെ പൊട്ടിക്കറിയണമെന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മറ്റ് 2 കാര്യം, ദുനിയാവിനോട് ആർത്തിയും ആഖിറത്തിനോട് ആർത്തി കുറവും. ദുനിയാവിനോട് വല്ലാത്ത ആർത്തി. ദുനിയാവിൽ എൻ്റെ മോൻ ഡോക്ടറായില്ലെങ്കിൽ എനിക്ക് മോൻ ജീവിക്കാൻ കഴിയില്ലല്ലോ, എനിക്ക് വയസ്സാകുമ്പോൾ ജീവിക്കാൻ പണം ഉണ്ടാവില്ലല്ലോ, അവനെ നല്ല ഭൗതികം പഠിപ്പിച്ച് ഉഷാറാക്കണം എന്ന് ദുനിയാവിനോട് ഇറങ്ങി ഒക്കെ ദുനിയാവിലേക്ക് കൊണ്ട് ഇറങ്ങിയാൽ അവൻ പരാജയത്തിലേക്കാണെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ആഖിറത്തിലേക്ക് വല്ലാത്ത താല്പര്യമൊന്നുമില്ല, ആഖിറത്തിൻ്റെ കാര്യം വല്ലാതെ മറക്കുക. ആഹാരമൊന്നുമില്ലാത്ത പ്രശ്നമൊന്നുമില്ല. അത് മരിക്കുമ്പോഴല്ലേ, മരിക്കുമ്പോൾ ഖബറുണ്ടാക്കുക ആളുണ്ടല്ലോ, മറയാൻ ആളുണ്ടല്ലോ, പള്ളി കമ്പനിക്ക് പൈസ കൊടുക്കുക ആളുണ്ടല്ലോ, അത് കഴിഞ്ഞ് അതല്ല വേണ്ടത്. മരിക്കുന്ന സമയത്തേക്ക് ചിന്തിക്കുന്നവനാണ് ബുദ്ധിമാനെന്ന് മുഹമ്മദ് മുസ്തഫ. അൽ കയ്യിസ് മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. യഥാർത്ഥ ബുദ്ധിമാനെന്ന് പറഞ്ഞാൽ സ്വയം വിചാരണ ചെയ്യുന്നവനും വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി നന്മ ചെയ്യുന്നവനുമാണെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്നുണ്ട്. വിധങ്ങൾ പറയാണ്, ഈ സ്വന്തം ജീവിതത്തിൽ ഒരു സ്വയം വിചാരണ, ഒരു സ്വവിചാരണ ചെയ്യുക. പടച്ചോനെ, ഞാൻ നന്മകൾ ചെയ്തുകൊണോ, ഞാൻ തിന്മകളാണോ കൂടുതൽ ചെയ്തത്, ഞാൻ ചെയ്തു പോയ തിന്മ പൊറുക്കപ്പെട്ടിട്ടുണ്ടോ, ഞാൻ ചെയ്തു പോയ നന്മ ഇനിയും സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നന്മകൾ വേണമല്ലോ എന്ന് കഴിഞ്ഞു പോയ തെറ്റിന്റെ മേൽ പരിതപിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്വന്തമായി വിചാരണ ചെയ്തുകൊണ്ട് നാളേക്ക് ഖബറിലേക്കുള്ള വീടിലേക്കുള്ള നന്മകൾ ചെയ്ത് കൂട്ടുന്നവനാണ് യഥാർത്ഥത്തിൽ ഒരു ബുദ്ധിമാനെന്ന് പറയാൻ പറ്റുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യഥാർത്ഥ ഒരു ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കുന്നവനാണ്, ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുന്നവനാണ്. ഈ പറഞ്ഞ 4 കാര്യമുണ്ടെങ്കിൽ ദോഷങ്ങൾ മറക്കുക, തിന്മകൾ ഓർക്കുക, അതുപോലെ ദുനിയാവിനോട് ഇഷ്ടം കൂടുതൽ, ആഖിറത്തിനോട് ഇഷ്ടം കുറവ്, ഈ 4 കാര്യമുണ്ടെങ്കിൽ അവൻ പരാജയത്തിലേക്ക് കൂപ്പുകുത്തുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. നേരെ തിരിച്ച് നമുക്ക് എപ്പോഴും തെറ്റുകളൊരു ബോധം ഉണ്ടായിരിക്കണം, കഴിഞ്ഞുപോയ നന്മകൾ മറന്നു കളയണം, ആഖിറമായിരിക്കണം മെയിൻ വിഷയം. വല്ലാഖിറതു ഖൈറുൻ വഅബ്ഖാ, ആഖിറമല്ലേ എന്നെന്നും ഉത്തമമായതും എന്നെന്നും അവശേഷിക്കുന്നതും. വല്ലാഖിറതു ഖൈറുൻ വഅബ്ഖാ, പക്ഷേ ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്, നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ദുനിയാവിനെയാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടം ദുനിയാവിനോട്, ആഖിറാണ് വലുത് എന്ന് മുഹമ്മദ് മുസ്തഫ. هي الدنيا أقل من الخليل وعاشقها أذل من الذليل. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പാടിയതാണ് ഹിയ ദുനിയ അഖല്ലു മിനൽ ഖലീൽ, ഈ ദുനിയാവ് ഏറ്റവും ചെറുതാണെന്ന് ഷാഫി ഇമാം പാടിയതാണ്. ഏറ്റവും ചെറു തന്മാത്രയെ നമ്മൾ സാധാരണ ചെറുതായി പറയല്, അതിൻ്റെ ചെറുതാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കെടുത്തുകൂടി ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയാൻ. ഏറ്റവും ചെറുതാണ്. എന്തുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, ഈ ദുനിയാവിന് കൊതുകിന്റെ ചിറകിന്റെ അത്ര വില അള്ളാഹു നൽകുന്നുണ്ടെങ്കിൽ, ഒരു കൊതുകിന്റെ ചിറകിന്റെ അത്ര വില അള്ളാഹു നൽകുന്നുണ്ടെങ്കിൽ ഒരു കാഫിറും വെള്ളം കുടിക്കുമായിരുന്നില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു കൊതുകിന്റെ ചിറകിന്റെ അത്രയും വില ഇതിനില്ലാത്തത് കൊണ്ടാണ് ഇമാം ഷാഫി ഇമാം പറഞ്ഞത് അഖല്ലു മിനൽ ഖലീൽ, ഏറ്റവും ചെറുതാണ് ഈ ദുനിയാവ്.
ഈ ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നവൻ, ദുനിയാവിനെ കമ്പം വെക്കുന്നവൻ, ഏറ്റവും നിന്ദ്യനും നിസാരനുമാണെന്ന് പരിശുദ്ധ ബഹുമാനപ്പെട്ട ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ദുനിയാവ് ഏറ്റവും ചെറുതാണ്, ആഖിറാണ് ഖൈറും വഅബ്ഖാ. അങ്ങോട്ടാണ് നമ്മുടെ ചിന്ത വേണ്ടത്. ഈ 4 കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് ജീവിതം മുന്നോട്ട് നയിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഞാൻ അവസാനിപ്പിക്കാണ്. ഉസ്താദ് ഇവിടെ എത്തിയ അപ്പം ഞാൻ അവസാനിപ്പിക്കും. അതുവരെ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അല്പം ചില കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കഴിഞ്ഞുപോയ മഹാന്മാരൊക്കെ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നാളെ ആദം നബി അലൈഹിസ്സലാം മഹ്ശറയിൽ വരുമ്പോൾ, എല്ലാവരും മഹ്ശറയിൽ വരുമ്പോൾ ശഫാഅത്തിന് വേണ്ടി ആദം നബി അലൈഹിസ്സലാമിന് അടുത്ത് വന്നുകൊണ്ട് പറയാൻ, പ്രിയപ്പെട്ട വാപ്പേ, ഞങ്ങൾക്കൊന്ന് ശഫാഅത്ത് ചെയ്തിരോ. വാപ്പാനോട് പറയുമ്പോൾ വാപ്പ പറയുന്നൊരു വാക്കുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോഴും അല്ലെങ്കിൽ അദ്ദേഹം ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലത്തും ഉള്ളൊരു വേവലാതിയാണ്. സ്വർഗത്ത് നിന്ന് പഴം പറിച്ച ആ ഒരു പിഴവ്, ചെറിയൊരു പിഴവാണ്, അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. എന്നാലും അതിൻ്റെ മേൽ പിടിക്കപ്പെടുമോ എന്നൊരു പേടി കൊണ്ട് ആദം നബി അലൈഹിസ്സലാം ജീവിച്ചിരിക്കുന്ന കാലത്തൊക്കെ പ്രയാസപ്പെട്ടിരുന്നുവെന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ ആണോ. മഹ്ശറിൽ വരുമ്പോഴും അതാണ് പ്രശ്നം. ഇവർക്ക് എല്ലാ പ്രവാചകന്മാർക്കും കഴിഞ്ഞുപോയ ചെറിയൊരു പ്രയാസത്തിൻ്റെ മേൽ വേവലാതിപ്പെടുകയാണെങ്കിൽ, വലിയ വലിയ മഹാന്മാരൊക്കെ, വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ, സൂഫിയാക്കളൊക്കെ എപ്പോഴും പൊട്ടിക്കരഞ്ഞ് കണ്ണിന്ന് വെള്ളം ഇങ്ങനെ ഒലിച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ മദ്രസയിൽ ബഹുമാനപ്പെട്ട വലിയുദ്ദീൻ ഫൈസി പറഞ്ഞല്ലോ, കണ്ണൂർ ഭാഗത്തൊരു വലിയുണ്ടെന്ന്, ഒരു മുഹമ്മദ് ഉസ്താദ് ഉണ്ടെന്ന്, അദ്ദേഹത്തിന്റെ കണ്ണിലൂടെ ജലമാണ് ഒലിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞു. ജലങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. കരഞ്ഞിട്ട് ഉറക്കില്ല, രാത്രി ഉറക്കില്ലാതെ എപ്പോഴും അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് കണ്ണിന്ന് ഇങ്ങനെ വെള്ളം ഒലിച്ചുകൊണ്ട്, അല്ലാഹുവേ, നന്മകൾ ഞങ്ങൾക്ക് പ്രശ്നമല്ല, ചെയ്തുപോയ പാപങ്ങളാ ഞങ്ങൾക്ക് പ്രശ്നം. ഹബീബുന മുഹമ്മദ് നബി തങ്ങൾ പറഞ്ഞു, ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ പാപങ്ങളെ അവന്റെ തലയിലേക്ക് വീടാനിരിക്കുന്ന ഒരു മല പോലെയാണ് കാണുക എന്ന് മുഹമ്മദ് മുസ്തഫ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മുഅ്മിനായ മനുഷ്യൻ അവന്റെ തെറ്റുകളെ കാണുന്നത്, വിലയിരുത്തുന്നത് ഒരു വലിയ പാറ തലയിലേക്ക് ഇങ്ങനെ വീഴാൻ നിൽക്കണ മാതിരിയാണ്. അപ്പം അതിൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും? ആ ഒരു പേടിയിൽ ഇങ്ങനെ പൊട്ടിക്കരയാണ്. പടച്ചോനെ, നരകത്തിൽ ഇങ്ങനെ കടക്കുമോ, നരകത്തിലേക്ക് ഇങ്ങനെ വീഴേണ്ടി വരുമല്ലോ എന്നുള്ള പേടിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാലോ തെറ്റ് ചെയ്യുന്ന തമ്മാടിയോ അവനക്കൊരു പ്രശ്നവുമില്ല, അവൻ ആ തെറ്റിനെ ഒരു നിസ്സാരമായി കാണുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ ജീവിതം നന്നായിരിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കാൻ, അലി റളിയല്ലാഹു അൻഹു പാടിയിട്ടുണ്ടല്ലോ, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പാടിയിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് തെറ്റുകൾ ചെയ്ത മനുഷ്യനല്ല. അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ. ഇൽമിനൊരു പട്ടണമുണ്ടെങ്കിൽ, വിജ്ഞാനത്തിന് ഒരു സദസ്സുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു നഗരമുണ്ടെങ്കിൽ, ആ നഗരത്തിന് മുഴുവൻ ചുറ്റുമതിലുണ്ടെങ്കിൽ അതിലേക്ക് കടന്നു വരാനുള്ള കവാടമാണ് എൻ്റെ അലി എന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഫാത്തിമ ബീവിയെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ പങ്കിട്ട് പറഞ്ഞപ്പോ അല്ലാഹു തആല റസൂലിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് പ്രിയപ്പെട്ട അലിക്ക് വിവാഹം ചെയ്തു കൊടുക്കാനാണ്. അള്ളാഹുവിന്റെ ആജ്ഞ വന്നിട്ടുണ്ട്. ആ അലി റളിയല്ലാഹു അൻഹു പാടിയത്, ഇലാഹി ലസ്തു ഇലാഹി അബ്ദുകൽ ആസി അതാക മുഖറൻ ബിദ്ദുനൂബി വഖദ്ദാക വഇൻ തഗ്ഫിർ ഫഅൻത ലിദാക അഹ്ലു വഇൻ തത്റദ് ഫമൻ യർഹം സിവാക ഇലാഹി അബ്ദുകൽ ആസിയതാക. നിന്റെ ഈ ദോഷിയായ, ഈ പാപിയായ അടിമയിതാ നിന്നിലേക്ക് വന്നിരിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു പറയാണ്, പടച്ചോനെ, തെറ്റുകാരനാണ്, ദോഷിയാണ്, ഇതാ നിന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. അതുകൊണ്ട് അബ്ദുകൽ ആസി അതാക ഫഇൻ തഗ്ഫിർ ഫഅൻത ലിദാക അഹ്ലു. അല്ലാഹുവിന്റെ ബഹുമാനപ്പെട്ട അലി തങ്ങൾ പറയാണ്, പടച്ചോനെ, ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. ആര്? അലി റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ ഒരുപാട് തെറ്റുകാരനാണ്, ആസിയാൻ. ഇലാഹി അബ്ദുകൽ ആസി അതാക. അതുകൊണ്ട് പടച്ചോനെ, എൻ്റെ ദോഷങ്ങളൊക്കെ പുറത്തുകൊണ്ട്, എൻ്റെ ദോഷങ്ങൾ നീ പുറത്തു തന്നാൽ നീ അതിന് അവകാശപ്പെട്ടവൻ തന്നെ. പക്ഷേ നീ എന്നെ ആട്ടി ഓടിച്ചാൽ നീയല്ലാതെ ആര് എന്നോട് കരുണ ചെയ്യുമെന്ന് അലി റളിയല്ലാഹു അൻഹു ചോദിച്ചിട്ടുണ്ട്. പടച്ചോനെ, നീ എന്നെ ആട്ടിപ്പായിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോട അവിടെ നിന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാ?
ഞാൻ എവിടുക്കാ പോവാ? ഇനി രക്ഷപ്പെടാൻ വേറൊരു മറ്റൊരു മാർഗമില്ലല്ലോ. അതുകൊണ്ട് പടച്ചോനെ ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക്, നിന്നിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം, നിന്നിൽ നിന്ന് കഴിച്ചിലാവാനുള്ള ഒരു സങ്കേതം നീ മാത്രമേ ഉള്ളൂ എന്ന് സമ്മതിച്ചു കൊടുത്തുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു പറയാണ്, പടച്ചോനെ എന്റെ ദോഷങ്ങൾ പൊറുക്കണേ. ഇതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീം ഫഹബ് ലീ തൗബതൻ ഫഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുൽ ദംബിൽ അളീം. വലിയൊരു വാക്കാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു 7ാമത്തെ വയസ്സിൽ ഖുർആൻ മനപ്പാഠമാക്കിയിട്ടുണ്ട്. 7ാമത്തെ വയസ്സിൽ ഖുർആൻ മനപ്പാഠമാക്കി. ലക്ഷക്കണക്കിന് ഹബീബുള്ളയുടെ ഹദീസുകൾ മനപ്പാഠമാക്കിയ മഹാനവറുകളാണ് ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹു. വലിയ മഹാനാണ്. നബി തങ്ങൾ ഒരു ഹദീസ് പറഞ്ഞിട്ടുണ്ട്, എന്റെ കുടുംബത്തിൽ ഒരു കുട്ടി പിറക്കും, ആ കുട്ടി കൊണ്ട് ഈ ദുനിയാവിൽ ഈ ലോകത്ത് ദീൻ പ്രചരിക്കുമെന്ന് പഠിപ്പിച്ചത് ഇമാം ശാഫിഈ തങ്ങളെ കൊണ്ടാണെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഇമാം ശാഫിഈ തങ്ങൾ പറയാ, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ, പടച്ചോനെ നിന്റെ സ്വർഗ്ഗത്തിന് അവകാശം പറയാൻ ഞാനില്ല, നിന്റെ സ്വർഗം കിട്ടുമെന്ന് ഉറപ്പിക്കാൻ ഞാനില്ലെന്ന് ബഹുമാനപ്പെട്ട ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹു പറയാം. നമ്മളെ മനസ്സിലേക്ക് എന്താണെന്നറിയോ? എന്തായാലും സ്വർഗം കിട്ടും, കുറച്ചൊക്കെ നമ്മൾ മുസ്ലിമീങ്ങളല്ലേ, അവസാനം മരിക്കുമ്പോൾ കലിമല്ലിയാ മതിയല്ലോ, എന്നാൽ സ്വർഗം കിട്ടും എന്നുള്ള ആ പ്രതീക്ഷയിലാണ് എല്ലാവരും ജീവിക്കുന്നത്. അള്ളാഹു നൽകുമാറാവട്ടെ, അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാനം കലിമല്ലിമ സ്വർഗ്ഗം കിട്ടും. മൻ ഖാല ലാ ഇമൻ ഖാല ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരെങ്കിലും അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ കടക്കുമെന്ന് നബി കരീം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ മരിക്കാൻ നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത് അല്ലാഹു അങ്ങനെ ആക്കി തരുമാറാവട്ടെ. അങ്ങനെ മരിക്കുക എന്നുള്ള പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട്. നമ്മൾ മുഅ്മിനല്ലേ, മുസ്ലിമായി ജീവിക്കല്ലേ, ഒരു പ്രയാസം ഉണ്ടാവും, സ്വർഗ്ഗം കിട്ടുന്നൊക്കെയാണ്. എന്നാൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വലിയ മഹാൻ, ആ മഹാനൊക്കെ പറയാണ്, പടച്ചോനെ സ്വർഗ്ഗത്തിന് അവകാശം പറയാൻ ഞാനില്ല. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ, നിന്റെ സ്വർഗ്ഗത്തിന് അവകാശം പറയാൻ, നിന്റെ സ്വർഗ്ഗത്തിന് അഹ്ലുകാരാണെന്ന് ഞാൻ, അതിന് തയ്യാറാണെന്ന് ഞാൻ റെഡിയല്ലെന്ന് ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയാൻ. എന്താ വേണ്ടത്? എന്നാൽ നിന്റെ അഗ്നികുണ്ഡാരമാകുന്ന നരകത്തിൽ കടക്കാനുള്ള ആ ശരീരം കൊണ്ടുള്ള കഴിവ് എനിക്കില്ല. നരകത്തിൽ കടക്കാനെ കൊണ്ട് കഴിയൂല, കാരണം എൻ്റെ തടിക്ക് താങ്ങൂല. സ്വർഗം കടക്കാൻ അവകാശിയല്ല ഞാൻ. സ്വർഗത്തിൽ നരകത്തിൽ കടക്കും, പിന്നെ പക്ഷേ അതിനുള്ള കഴിവ് എന്റെ തടിക്കില്ലാതാ. അതുകൊണ്ട് എനിക്ക് തൗബക്കുള്ള ചാൻസ് നൽകണേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇമാമുനാ ശാഫിഈ തങ്ങളൊക്കെ അങ്ങനെ പറയണമെങ്കിൽ ഫഹബിലി തൗബ, എനിക്ക് തൗബക്കുള്ള ചാൻസ് വേണം, അവസരം വേണം. അതുവല്ലാതെ തൗഫീഖാൻ, അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. തൗബ ചെയ്യാൻ വല്ലാതെ തൗഫീഖാൻ. നമ്മളൊക്കെ മനസ്സിൽ കരുതും റമദാൻ 27-ന് വരെ രാത്രി ഹയാത്താക്കണം എന്നൊക്കെ. പക്ഷെ ആ സമയമാകുമ്പോൾ കഞ്ഞി കുടിച്ച് കഴിയുമ്പോൾ തന്നെ പള്ളപ്പോയി കഴിഞ്ഞാൽ പിന്നെ ആരോ പണിക്ക് നിൽക്കൂല. ചാൻസ്, തൗബക്കുള്ള ചാൻസ്, ദുആ ചെയ്യാനുള്ള അവസരങ്ങൾ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം. അല്ലാഹു നൽകുമാറാവട്ടെ. ഇമാം ശാഫിഈ തങ്ങൾ പറയാണ്, ഫഹബിലി തൗബ, എനിക്ക് തൗബക്കുള്ള അവസരം വേണം. ഫഗ്ഫിർ ദുനൂബിഹി, എന്നിട്ട് എൻ്റെ ദോഷങ്ങൾ പൊറുക്കണം. തൗബ ചെയ്തിട്ട് ദോഷങ്ങൾ പൊറുക്കണമെന്ന് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു. കാരണം എന്താ? വലിയ വലിയ തെറ്റുകൾ പുറത്തു കൊടുത്ത് പരിചയമുള്ള ആളല്ലേ ജി, അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നം പുറത്തെന്നാല് വലിയ വലിയ തെറ്റുകൾ പുറത്തു കൊടുത്ത് പരിചയമുള്ളവനല്ലേ, അങ്ങനെ പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞവനല്ലേ. അതുകൊണ്ട് ഈ ഷാഫിന്റെ തെറ്റുകൾ പൊറുക്കാൻ എനിക്ക് തൗബക്ക് ചാൻസ് വേണം. എന്നിട്ട് തൗബകൾ ചെയ്തിട്ട് എന്റെ ദോഷങ്ങൾ പുറത്തു തരണമെന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പാടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം ഹജ്ജ് ചെയ്തുകൊണ്ട് കഴിച്ചിലായി എന്ന് വിചാരിക്കുന്നവരുണ്ട്, ഉംറ ചെയ്തുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുന്നവരുണ്ട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതൊക്കെ സ്വീകരിച്ചോ ഇല്ലെന്ന് പറയാൻ പറ്റൂല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ മുബാറക്
റളിയല്ലാഹു അൻഹു ഒക്കെ ഒരു കാലം ഹജ്ജിന് പോയ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഒരുപാട് ആളുകൾ ഹജ്ജിന് വന്നിട്ട് ആരെയും ഹജ്ജ് അള്ളാഹു സ്വീകരിച്ചില്ല എന്ന് ചരിത്ര കിതാബുകളെ കാണാൻ കഴിയും. ആരും ഹജ്ജും സ്വീകരിച്ചില്ല. അവസാനം ചെരുപ്പ് കുത്തുന്ന ഒരു മനുഷ്യൻ ഹജ്ജിന് പോകാൻ വേണ്ടി എടുത്തു വെച്ച പണം മറ്റൊരു സാധുക്കൾ കൊടുത്തതിൻ്റെ പേരിൽ, ഹജ്ജിന് പോവാത്ത മനുഷ്യൻ ഹജ്ജിന് വേണ്ടി എടുത്തു വെച്ച പണം ഒരു സാധുക്കൾക്ക് ധർമ്മമായി കൊടുത്തത് കൊണ്ട് എല്ലാവരെയും ഹജ്ജ് സ്വീകരിച്ചുവെന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ബഹുമാനപ്പെട്ടവർ പറയാൻ, എല്ലാവരും ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ ഹജ്ജിനുണ്ട്, പക്ഷേ ആരുടെയും ഹജ്ജ് സ്വീകരിച്ചില്ല അദ്ദേഹം കിനാബിൽ കാണാൻ. അവസാനം പറയാൻ, ഇന്നാലിന്ന ആളുടെ ആ ധർമ്മം കാരണമായി ഹജ്ജ് സ്വീകരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആൾ അന്വേഷണം നടന്നപ്പോൾ അവസാനം അന്വേഷിച്ചപ്പോൾ അയാൾ പറയാൻ, ചെരുപ്പ് കുത്തിയിട്ട് ആ കിട്ടുന്ന പണം സ്വരൂപിച്ച് അവസാനം ഹജ്ജിന് വേണ്ടി പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് അയൽവാസിയായ ഒരു വീട്ടിൽ നിന്ന് ഇറച്ചിയുടെ വാസന കേട്ടിട്ട് ആ മനുഷ്യൻ പിടിച്ചെന്നിട്ട് പറഞ്ഞു, എന്താ ഞങ്ങൾക്കൊന്നും ഇറച്ചി തരാത്തത്, നിങ്ങൾ മാത്രം ഇറച്ചി കടിക്കുക, എനിക്കും വേണം എന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണ് ബഹുമാനപ്പെട്ട ഉസ്താദിനോട് പറയാൻ, പ്രിയപ്പെട്ടവരെ, ഈ ഇറച്ചി നിങ്ങൾക്ക് കടിക്കാൻ പറ്റൂല, ഇത് നിങ്ങൾക്ക് ഹറാമാണ്, ഞങ്ങൾക്ക് ഹലാലാണ്, എന്താ കാര്യം അന്വേഷിച്ചു. അവിടെ നിന്ന് പറഞ്ഞു, എൻ്റെ മക്കൾ പട്ടിണിയാൻ, എൻ്റെ വീട്ടിൽ സമ്പത്തൊന്നുമില്ല, ഭക്ഷണമൊന്നുമില്ല. അപ്പം ഞങ്ങളിങ്ങനെ മക്കൾ കരഞ്ഞപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി ഞാൻ പോണ സമയത്ത് പുറത്തൊരു കഴുത ചത്ത് കിടക്കുന്നുണ്ട്, ആ കഴുതയുടെ മാംസം എടുത്തുകൊണ്ട് ഞാൻ വന്ന് വേവിച്ചതാണ്, ഈ ഭക്ഷണം ശവമാണെങ്കിലും ഞങ്ങൾക്ക് ഹലാലാണ്, നിങ്ങൾക്ക് ഹറാമാണെന്ന് ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞ സംഭവം. അത് കേട്ട് ഹജ്ജിന് പോകാൻ വേണ്ടി റെഡിയായി വെച്ച ആ പണം മുഴുവനും ഒരു സഞ്ചിയിലായി ഈ പെണ്ണിന് കൊണ്ടുവന്ന് കൊടുത്തു. ഈ ധർമ്മം അള്ളാഹു സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ ഹജ്ജ് ചെയ്യാത്ത മനുഷ്യനിക്ക് ഹജ്ജിന്റെ കൂലി കിട്ടുകയും മറ്റുള്ളവരുടെ ഹജ്ജ് സ്വീകരിക്കുകയും ചെയ്തുവെന്ന് ചരിത്ര കിതാബുകൾ കാണാൻ കഴിയുന്നുണ്ടല്ലോ. ഇപ്പൊ ഹജ്ജ് ചെയ്തു എന്ന് കരുതി സ്വർഗം കിട്ടുമെന്ന് ഉറപ്പിക്കാൻ പറ്റൂല. പക്ഷേ മുഹമ്മദ് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മബ്റൂറായ മഖ്ബൂലായ ഹജ്ജിന് സ്വർഗം മാത്രമേ പ്രതിഫലമുള്ളൂ എന്ന് മുഹമ്മദ് മുസ്തഫ. ആ ഹജ്ജ് അങ്ങനെ ആയിരിക്കണം. ഹജ്ജ് അങ്ങനെ ആകുമ്പോഴേ ആ സ്വർഗം പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് നന്മകൾ ചെയ്യുന്നു എന്ന് കരുതി ഇപ്പൊ സ്വർഗത്തിൽ കടക്കുള്ളൂ എന്നുള്ള പ്രതീക്ഷ ആർക്കും വേണ്ട. പിന്നെ എന്തു വേണം? ചെയ്തു പോയ പാപത്തിന്റെ മുൻ നല്ലോം പ്രയാസപ്പെടണം, നല്ലോം അധ്വാനിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ ചെയ്തു പോയ ഒരുപാട് തെറ്റുകൾ നമ്മുടെ യുവാക്കൾ തൗബ എന്താണെന്നറിയില്ല. ചില ആളുകൾ തൗബ എന്ന് പറഞ്ഞാൽ സെബീനയിലുള്ള ഏടിലുള്ള ഒരു തൗബ ഉണ്ടല്ലോ, ആ തൗബയാണ് തൗബ എന്ന് ചില ആളുകൾക്ക് വിചാരിച്ചിട്ടുണ്ട്. തൗബ എന്ന് പറഞ്ഞാൽ ഖേദിച്ചുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യലാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അത്തൗബത്തു അന്നദമത്തു എന്നാണ് ഹബീബുന മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. തൗബ എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഖേദം ചാടലാണ്. ഖേദം എത്രയുണ്ടോ അത്രയും തൗബ സ്വീകരിക്കും. തൗബയുടെ ഷർത്തുകൾ പാലിച്ചുകൊണ്ട് തൗബ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും. യുവാക്കളും എല്ലാ ആളുകളും അതൊക്കെ ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലെങ്കിൽ നമ്മൾ പരാജയത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന അബ്അദൻ നാസി യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ ജനങ്ങളിൽ വെച്ച് ഏറ്റവും പിന്നിൽ നിൽക്കുന്ന മനുഷ്യൻ, ഏറ്റവും വിദൂരത്തായി നിൽക്കുന്നവൻ അൽ ഖൽബുൽ ഖാസി. മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, നാളെ മഹ്ശറിൽ ചെന്നാൽ ജനങ്ങളിൽ വെച്ച് ഏറ്റവും ബാക്കിലുള്ള വിദൂരമായ മനുഷ്യൻ അൽ ഖൽബുൽ ഖാസിയാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൃദയം കടുത്ത മനുഷ്യനാണെന്ന് നബി കരീം തങ്ങൾ പറയാണ്. എന്നിട്ട് നബി തങ്ങൾ മറ്റദീസിൽ പറയാൻ, ഒരു മനുഷ്യന്റെ ഹൃദയം കടുക്കാനുള്ള കാരണം നബി തങ്ങൾ വർണ്ണിക്കുന്നുണ്ട്. സഹോദരന്മാർ ശ്രദ്ധിക്കണം, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, ഒരാൾ ഒരു തെറ്റു ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പാട് വീഴുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരാൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പാട് വീഴും, കറുത്ത പുള്ളി. ഉടനെ അവൻ പശ്ചാത്തപിച്ചില്ലെങ്കിൽ അവന്റെ ആ പുള്ളി വീണ്ടും ചെയ്യുന്ന തെറ്റുകൾക്ക് പകരം അത് വലുതായിക്കൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തെറ്റ് ചെയ്താൽ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞില്ലെങ്കിൽ ആ തെറ്റ് അടുത്ത ഇങ്ങനെ വലുതായി ഇങ്ങനെ വരും. അങ്ങനെ ഹൃദയം മുഴുവനായും തെറ്റ് പുള്ളി വീണ് കഴിഞ്ഞാൽ അവനെ പറ്റി അൽ ഖൽബുൽ ഖാസി എന്ന് പറയേണ്ടി വരും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ.
ഖൽബുൽ ഖാസിയായി കഴിഞ്ഞാൽ പ്രശ്നം എന്താ? ഈമാനികമായുള്ള ആവേശം മനുഷ്യനിക്ക് ഉണ്ടാവൂല, ഈമാനികമായ ആവേശം മനുഷ്യനിക്ക് താല്പര്യം ഉണ്ടാകൂല, ദീനിയായ കാര്യങ്ങൾ പറഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകൂല. ഇത് ഇൽമിന്റെ സദസ്സിൽ വസാൽ എണീറ്റ് പോവാനുള്ള ഒരു എപ്പോഴും മനസ്സിൽ അങ്ങനെ ഒരു തയ്യാറെടുപ്പുണ്ടാകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഹൃദയത്തിൽ കാഠിന്യത വീണ് പോയിട്ടുള്ള ഹൃദയത്തിന്റെ കടുപ്പുകളെ, ഹൃദയത്തിന്റെ കറുപ്പുകളെ, കൽബിന്റെ കാഠിന്യതയെ നമ്മൾ മായ്ച്ചു കളയേണ്ടതുണ്ട്, അതിനെ ലോലമാക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവൻ കടന്നു വരുന്നുണ്ടെന്ന് അറിയുകയാണ്. ഞാൻ അവസാനിപ്പിക്കാൻ പോവാൻ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, റാഹത്തോടെ ജീവിച്ചാൽ, തഖ്വയോടെ ജീവിച്ചാൽ, ഇഖ്ലാസോടെ ജീവിച്ചാൽ, അവസാനം മരിക്കുന്ന സമയത്ത് റാഹത്തോടെ കലിമ ചൊല്ലിക്കൊണ്ട് മരിക്കാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നുണ്ട്, അദ്ദേഹത്തെ പറ്റി തഫ്സീറുകളിൽ കാണാൻ കഴിയും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത്, ഇബ്നു അബ്ബാസ് തങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് അവിടുന്ന് ശരീരം ഒന്നുകൊണ്ട് പറഞ്ഞു, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഇബ്നു അബ്ബാസ് തങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ഒരു അശരീർ എന്ന് കടാം, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങൾ വലിയ മഹാനാണ്, തഫ്സീറിൻ്റെ വലിയ നേതാവാണല്ലോ അദ്ദേഹം ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു എന്ന് കേൾക്കപ്പെടുന്നുണ്ട്. ഹദീസിൽ നമുക്ക് തഫ്സീറിൻ്റെ കിതാബുകൾ കാണാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹത്തെ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ അങ്ങനെ ഒരു അശരീരി കേൾക്കാൻ കഴിഞ്ഞു? അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദിൻ്റെ പേരിലാണ് നമ്മുടെ ഈ നഗരി ഒരുക്കിയിട്ടുള്ളത്. മഹാനവറുകളെ കുറിച്ച് ചെറിയൊരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദൊക്കെ ഒരു വെളിമുക്കിൽ, ബഹുമാനപ്പെട്ട മുനീർ ഉസ്താദ് ഇന്നലെ ഇവിടെ പ്രസംഗിച്ച ബഹുമാനപ്പെട്ടവർ വെളിമുക്കിൽ പ്രസംഗിക്കുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞു. ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും, ചെറിയ സുന്നത്ത് പോലും കളയാത്തൊരു മഹാനാണ് ചെറുശ്ശേരി ഉസ്താദ്. അദ്ദേഹം കാരണം പറഞ്ഞ ഉദാഹരണം, ഒരു ദിവസം സബ്ക്കിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദാൽഹുദയുടെ ക്ലാസ്സിൽ ബഹുമാനപ്പെട്ടവരോട് ഒരു കുട്ടി സംശയം ചോദിച്ചു. ഹദീസിൽ വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെരുപ്പ് ധരിക്കുന്ന സമയത്ത് വലതുകാൽ ആദ്യം ധരിക്കുകയും ചെരുപ്പ് ഊരുന്ന സമയത്ത് ഇടതുകാൽ ആദ്യം ഊരുകയും ചെയ്തിരുന്നുവെന്ന് നബി തങ്ങൾ ഹദീസ് പറഞ്ഞു കൊടുത്തു, വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം വലതുകാലാണ് ധരിക്കുക, പിന്നെ ഇടതുകാൽ ധരിക്കുള്ളൂ. ചെരുപ്പ് ഊരുമ്പോൾ ആദ്യം ഇടതുകാൽ ഊരുകയും രണ്ടാമത് വലതുകാൽ ഊരുകയും ചെയ്യും. അപ്പോൾ ഒരു വിദ്യാർത്ഥി ചോദിച്ചു, ഉസ്താദേ, നമ്മളൊക്കെ പള്ളിയിൽ കയറുന്ന സമയത്ത് നമ്മുടെ ചെരുപ്പ് പള്ളിയോട് ചേർത്തല്ലേ വെക്കുക? ആ പള്ളി കയറി ഇറങ്ങി വരുന്ന സമയം, പള്ളിയിൽ നിന്ന് പുറത്ത് വരുന്ന സമയത്ത് പള്ളിയിൽ നിന്ന് ഇറങ്ങൽ എങ്ങനെയാണ്? ആദ്യം ഇടത്തേക്കാൽ ഇറക്കി വെച്ചിട്ടല്ലേ ഇറങ്ങാൻ പാടുള്ളൂ. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആദ്യം ഇടത്തെ കാലല്ലേ ഇറക്കി വെക്കേണ്ടത്. പിന്നെ അപ്പോൾ ഇടത്തെ കാല് ഇറക്കി വെക്കലും ചെരുപ്പ് വലത്തെ കാലുകൊണ്ട് ധരിക്കലും രണ്ടും ഒപ്പം നടക്കുമോ എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദിനോടൊരു കുട്ടി ചോദിച്ചു. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ നമ്മളൊക്കെ കുറച്ച് കാലിച്ചിട്ടേ പറയുള്ളൂ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ പറഞ്ഞു, അതിനു മോനെ എന്താ പ്രയാസം, ചെരുപ്പ് ഊരുന്ന സമയത്ത് കുറച്ച് വിട്ടു ഊരിട്ടാ പോരെ എന്ന് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞു. അദ്ദേഹം അങ്ങനെ ആ മറുപടി പറയണമെങ്കിൽ ആദ്യം സ്വന്തം ജീവിതം അങ്ങനെ ആവണ്ടേ, എന്നാലേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പള്ളി കയറുമ്പോൾ കുറച്ച് ചെരുപ്പ് പുറത്ത് വിടുക, എന്നാൽ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത്തെ കാലം ഇറക്കി വെച്ചിട്ട് പിന്നെ നടന്നിട്ട് വലത്തെ കാലിടുക ചെരുപ്പിൽ, എന്നാൽ ആ സുന്നത്ത് കിട്ടുമെന്ന് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് ബഹുമാനപ്പെട്ട വിദ്യാർത്ഥിയോട് പറഞ്ഞു കൊടുത്ത മസലയാണത്. അല്ലെങ്കിൽ ആ ഒരു കാര്യം സ്വന്തം ജീവിതത്തിൽ പകർത്തിയതിനു ശേഷം അത് പ്രകാരം ചെയ്തപ്പോഴാണല്ലോ അത് പറഞ്ഞു കൊടുക്കാൻ മഹാനവറുകൾക്ക് ഭാഗ്യം കിട്ടിയത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ, അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. ഞാൻ